Hi, I am Sebastian Kuthotil and we will be discussing statistical mechanics. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റഫായിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ചില ബേസിക് ഐഡിയാസിനെ കുറിച്ച്, അതുപോലെ ഈ സബ്ജക്റ്റിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പിന്നീട് പ്രോബബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ്, അതിൻ്റെ ബേസിക് ഐഡിയാസ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കോൺസെപ്റ്റാണ് പ്രോബബിലിറ്റിയുടേത്. ഇപ്പോൾ പ്രോബബിലിറ്റി, അതുപോലെ പ്രോബബിലിറ്റീസ്, ആവറേജ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡെഫിനേഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പ്രധാനമായിട്ടും പോകുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ തന്നെ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ സ്റ്റേറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ സ്പെസിഫൈ ചെയ്യാം. മൈക്രോ സ്റ്റേറ്റ് അതുപോലെ മാക്രോ സ്റ്റേറ്റ് എന്നിങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ ഫേസ് സ്പേസ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലാസിക്കൽ മെക്കാനിക്സിലും ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയയാണ്. ഈ ഫേസ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട തിയറമാണ് ലീവിൽസ് തിയറം. ലീവിൽസ് തിയറം അതുപോലെ അതിൻ്റെ കോൺസിക്വൻസസ് നമ്മുടെ HSST എക്സാമിനുള്ള സിലബസിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ലീവിൽസ് തിയറം ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് സിസ്റ്റംസ് കൺസിസ്റ്റിംഗ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഗ്യാസ് ആവാം, ലിക്വിഡ്, സോളിഡ്, ഈവൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, ഒരു റേഡിയേഷൻ സിസ്റ്റത്തിനെ നമുക്ക് ഗ്യാസ് ഓഫ് ഫോട്ടോൺസ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു കീ പോയിൻ്റാണ്. വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതുവരെ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലും ക്വാണ്ടം മെക്കാനിക്സിലും ഒക്കെ തന്നെയാണെങ്കിലും കണ്ടത് വി ആർ ടോക്കിംഗ് അബൌട്ട് സിംഗിൾ പാർട്ടിക്കിൾസ്. ഓക്കെ, ഓർ ഫ്യൂ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, മേ ബി ടു ബോഡി പ്രോബ്ലം, സിംഗിൾ പാർട്ടിക്കിൾ. ഓക്കെ, അല്ലെങ്കിൽ സിംഗിൾ പാർട്ടിക്കിൾ എന്ന രീതിയിൽ അപ്രോക്സിമേറ്റ് ചെയ്യാവുന്ന സിസ്റ്റംസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സിംഗിൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റം തന്നെ എടുക്കുകയാണെങ്കിൽ സിംഗിൾ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. അതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും. ഓക്കെ, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ 3 പൊസിഷൻ കോർഡിനേറ്റ്സും 3 മൊമെൻറ്റം കോർഡിനേറ്റ്സുമാണ് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും സമയത്തുള്ള സ്റ്റേറ്റ് നമുക്ക് അറിയാമെങ്കിൽ, ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന കാര്യം അറിയാമെങ്കിൽ, ന്യൂട്ടൺസ് ഇക്വേഷൻ F=md²x/dt², ന്യൂട്ടൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ വേറെ ഏതൊരു സമയത്തെ സ്റ്റേറ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടാണ്. ഈ ഇക്വേഷനെ നമ്മൾ ഇവല്യൂഷൻ ഇക്വേഷൻ എന്ന് പറയും. ഇനി ഇതിൻ്റെ തന്നെ വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്ന രീതിയിൽ, ലഗ്രാഞ്ചസ് ഇക്വേഷൻ, അതുപോലെ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന രീതിയിൽ. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്കൽ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേറ്റ് ടൈമിൽ എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് സിംഗിൾ പാർട്ടിക്കിളിൻ്റെ സിംഗിൾ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ്, സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ടൈം ഇവല്യൂഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചാൽ മതി. സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് പൊതുവെ നമ്മൾ ലഗ്രാഞ്ചിയൻ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷനാണ് ഉപയോഗിക്കുക. നമ്മൾ പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റംസ് എന്ന് പറയുന്നത് ദേ കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സിംഗിൾ പാർട്ടിക്കിളല്ല, എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ പാർട്ടിക്കിളും, ഉദാഹരണത്തിന് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന്. ഇതിൽ ഓരോ പാർട്ടിക്കിളും ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ നിയമങ്ങൾ, ന്യൂട്ടൻ്റെ ഇക്വേഷനോ നമ്മുടെ കോണ്ടെക്സ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാമിൽട്ടൺസ് ഇക്വേഷൻ അനുസരിച്ച് ഇവോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമുക്ക് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ളപ്പോൾ ഈ ഓരോ പാർട്ടിക്കിളിൻ്റെയും ഇവല്യൂഷൻ, ഓരോ പാർട്ടിക്കിളും എങ്ങനെയാണ് ടൈമിൽ ഇവോൾവ് ചെയ്യുന്നത് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ, ബിക്കോസ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഹ്യൂജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യുന്നത് ഈ സിസ്റ്റത്തിൻ്റെ മൊത്തം ആവറേജ് ബിഹേവിയർ, ഓക്കെ, അപ്പിയറൻസസ്, അതുപോലെ ആവറേജ് ബിഹേവിയർ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ആവറേജ് ബിഹേവിയർ അല്ലെങ്കിൽ അപ്പിയറൻസസ് എന്ന് നമുക്ക് വളരെ റഫായിട്ട് പറയാം. ഈ ആവറേജ് ആയിട്ടുള്ള ബിഹേവിയർ ഈ മൈക്രോസ്കോപ്പിക് ലോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ഒബേ ചെയ്യുന്ന നിയമങ്ങളിൽ നിന്ന് എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു പഠന വിഷയം. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് മെനി പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹൈ എനർജി ഫിസിക്സിലുണ്ട്. ഓക്കെ, നമ്മൾ LHC പോലുള്ള
എക്സ്പെരിമെൻറ്റ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലുള്ള എക്സ്പെരിമെൻറ്റ്സിൽ നമ്മൾ ഹൈ എനർജി ഫിസിക്സ് ഓക്കെ അവിടെ സിസ്റ്റംസ് കൺസിസ്റ്റിംഗ് ഓഫ് മെനി പാർട്ടിക്കിൾസ് ആകും. പക്ഷേ അത്തരം സിസ്റ്റംസിനെ കുറിച്ചല്ല നമ്മളിവിടെ പഠിക്കുന്നത്. വിൽ ബി ടോക്കിംഗ് അബൌട്ട് മെനി പാർട്ടിക്കിൾ സിസ്റ്റംസ്. നമ്മൾ മെനി പാർട്ടിക്കിൾ സിസ്റ്റംസ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇറ്റ് കുഡ് ബി സോളിഡ്സ്, ലിക്വിഡ്സ്, പ്ലാസ്മ, കെമിക്കൽ ഓർ ബയോളജിക്കൽ സിസ്റ്റം ഓർ എനി അതർ സിസ്റ്റം ഓക്കെ ഇൻവോൾവിങ് മെനി പാർട്ടിക്കിൾസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ it might be possible to write down the equations of motion for any one of these systems. Okay, a large number of particles ഉണ്ട്. ഓരോ പാർട്ടിക്കിളിൻ്റെയും ഇക്വേഷൻ ഓഫ് മോഷൻ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് അറിയാമെങ്കിൽ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ബട്ട് ദെൻ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ബിക്കംസ് ഹൈലി കോംപ്ലെക്സ്. ഓക്കെ, ഇറ്റ്സ് ഇൻട്രാക്റ്റബിൾ. ഇക്വേഷൻ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അത്രയും ഇൻഫർമേഷൻ അത്രയും ഡീറ്റെയിൽസ് ഫോളോ ചെയ്യാനോ ഒന്നും നമുക്ക് കഴിയില്ല. റൈറ്റ്, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു എന്താണ് മൾട്ടി പാർട്ടിക്കിൾ സിസ്റ്റം അല്ലെ മെനി പാർട്ടിക്കിൾ സിസ്റ്റത്തിനെ എന്താണ് പറയുക, ഈ ഫണ്ടമെൻ്റൽ നിയമങ്ങൾ ഉപയോഗിച്ച് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ഓക്കെ, എന്താണ് അപ്പോൾ നമ്മുടെ ഉദ്ദേശം? നമ്മുടെ ഉദ്ദേശം ഇതാണ്, വിൽ യൂസ് ദിസ് നോളജ്. ഓക്കെ, ഈ സിംഗിൾ പാർട്ടിക്കിൾ ഓരോ പാർട്ടിക്കിളും എന്ത് നിയമങ്ങളാണ് അനുസരിക്കുന്നത് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓക്കെ അനുസരിക്കുന്ന നിയമങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള നമുക്ക് അറിവുണ്ട്. ബേസിക് ഫിസിക്സിലെ നിയമങ്ങൾ അറിയാം, നമ്മളിത് ഉപയോഗിക്കും. ഓക്കെ, സോ വിൽ യൂസ് ദ നോളജ് ഓഫ് ദ ബേസിക് ഫിസിക്കൽ ലോസ്. റൈറ്റ്, ആൻഡ് യൂസിങ് ദിസ് വിൽ ഡെവലപ്പ് ന്യൂ കോൺസെപ്റ്റ്സ് that can be used to study complex systems. Okay, ഈ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ഒബേ ചെയ്യുന്ന നിയമം, ഇപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിൽ ഈ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ഇൻഡിവിജ്വൽ സിസ്റ്റംസ് ഒബേ ചെയ്യുന്ന നിയമം എന്ന് പറയുന്നത് ഷ്രോഡിംഗർ ഇക്വേഷനാണ്. ബേസിക് ഫിസിക്കൽ ലോ എന്ന് പറയുന്നത് ഷ്രോഡിംഗർ ഇക്വേഷനാണ്. ഓക്കെ, നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ. ഓക്കെ, അതേസമയം ഞാൻ പറഞ്ഞ പോലെ ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിൽ ന്യൂട്ടൻ്റെ ഇക്വേഷൻ ആവും. പൊതുവെ നമ്മളല്ലെങ്കിൽ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് ഇത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. റൈറ്റ്, അപ്പോൾ ഈ നിയമങ്ങൾ നമുക്ക് അറിയാം. ഈ കോൺസെപ്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസിനെ കുറിച്ചുള്ള കൺക്ലൂഷൻസിലേക്ക് എങ്ങനെ എത്താം ഓക്കെ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ കാണുക. ഓക്കെ, അതുപോലെ ഈ രീതിയിൽ ചെയ്യുന്നതിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇക്വേഷൻസ് ഓക്കെ, അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ഫിസിക്സിലെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു തിയറി ഉണ്ടാക്കുമ്പോൾ വി ഷുഡ് ബി ഏബിൾ ടു മേക്ക് പ്രഡിക്ഷൻസ് അബൌട്ട് ദ സിസ്റ്റം. ഓക്കെ, ഒരു മോളിക്യൂൾ അല്ലെ ഒരു എന്താണ് ഗ്യാസ്, ഒരു ബോക്സ് ഓഫ് ഗ്യാസ് ഫോർ എക്സാമ്പിൾ. റൈറ്റ്, അപ്പോൾ അതിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് എന്ത് പ്രഡിക്ഷൻസ് ആണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക. ഈ നമ്മളൊരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു മെത്തേഡ് സിസ്റ്റത്തെ പഠിക്കാൻ പുതിയൊരു മെത്തേഡ് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ത് പ്രഡിക്ഷൻസാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക എന്ന് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇക്കാര്യങ്ങൾ അൺടെസ്റ്റഡ് ആണ്, നമ്മൾ അസ്യൂം ചെയ്തു പോകുന്നതാണ്. റൈറ്റ്, അപ്പോൾ നമ്മൾ പൊതുവെ ഒരു കാര്യം സൈസസ് ഓഫ് സിസ്റ്റംസ്, നമ്മൾ ഏത് സൈസിലുള്ള സിസ്റ്റംസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റൈറ്റ്, അപ്പോൾ ഇനി നമുക്ക് വെറുതെ റഫായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം, മൈക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക്. മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ റഫ്ലി ആറ്റോമിക് ഡയമെൻഷൻസ് എന്നുള്ള ഉദ്ദേശമാണ്. അതായത് 10 ആങ്സ്ട്രോം ഓർ ലെസ്, ഈ ഒരു റേഞ്ചിലുള്ളതാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിലുള്ള. റൈറ്റ്, അപ്പോൾ ഉദാഹരണത്തിന് ഓർഡിനറി ലൈറ്റ് 1 മൈക്രോൺ റേഞ്ചിലുള്ള ഒരു ടിപ്പിക്കൽ റേഞ്ച് പറയുന്നതെന്ന് മാത്രം 1 മൈക്രോൺ സൈസ് റേഞ്ചിലുള്ളതിനെ നമ്മൾ മൈക്രോസ്കോപ്പിക് എന്ന് പറയുക. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേക്ക് പോകുമ്പോൾ പൊതുവെ ആറ്റം, മോളിക്യൂൾ എന്നിങ്ങനെയുള്ള എല്ലാം സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കും. റൈറ്റ്, അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഇതാണ്. അപ്പോൾ ആറ്റമാണോ മോളിക്യൂളാണോ എന്ന ഡിസ്റ്റിങ്ഷൻ പലപ്പോഴും ഇമ്പോർട്ടൻ്റ് അല്ല. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഗ്യാസ് എടുക്കുമ്പോൾ ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സിംപ്ലർ സ്മോളർ പാർട്ടിക്കിൾസ് എന്നുള്ളതാണ്. ഇറ്റ് കുഡ് ബി ആറ്റംസ് ഓർ മേ ബി ടെക്നിക്കലി ഇറ്റ്സ് ബെറ്റർ ടു കോൾ ദം ആസ് മോളിക്യൂൾസ്. പക്ഷേ നമ്മൾ പൊതുവേ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പറയുമ്പോൾ അത് ആറ്റമാണോ മോളിക്യൂളാണോ ഓക്കെ കൃത്യമായിട്ടുള്ള ടേം. അപ്പോൾ പലപ്പോഴും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലുള്ള ഏർലി ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ പലപ്പോഴും ആറ്റംസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. പിന്നെ ടെക്നിക്കലി ചിലപ്പോൾ മോളിക്യൂൾ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി, ബട്ട് ഇറ്റ് ഡസൻറ്റ് റിയലി മാറ്റർ. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിൽ ഇത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഇതിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് ആറ്റംസ് ആണോ അതോ മോളിക്യൂൾസ് ആണോ എന്നുള്ള ഡിസ്റ്റിങ്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പ്രധാനപ്പെട്ട കാര്യം ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്, അതാണ് ദ സിസ്റ്റം കൺസിസ്റ്റ്സ് of very many atoms or molecules. Okay, it doesn't really matter which one. Alright, ഇനി മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് എന്നുള്ളത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്?
മാക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം എടുത്തിട്ട് അതിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ അപ്പിയറൻസ്, അതായത് സിസ്റ്റത്തിൻ്റെ അപ്പിയറൻസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സാണ് മാക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പിയറൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആവാം. നമുക്ക് സിസ്റ്റത്തിൻ്റെ വോള്യം ആവാം, അതിൻ്റെ പ്രഷർ ആവാം, റൈറ്റ്, അല്ലെങ്കിൽ ഒരു തെർമോമീറ്റർ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കിട്ടും. റൈറ്റ്, ഈ അപ്പിയറൻസ് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഒരു ജനറൽ അർത്ഥത്തിലാണ് പറയുന്നത്. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാവുന്ന ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇതിനെയാണ് മാക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ മാക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പ്രോപ്പർട്ടി ഓഫ് ദി സിസ്റ്റം ആസ് എ ഹോൾ. ഓക്കെ, ഒരു ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ ഈ മുഴുവൻ സിസ്റ്റത്തിൻ്റെ, ഈ മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മളിത് പറയുക. ഓക്കെ, അപ്പോൾ ഒരു തെർമോമീറ്റർ എടുത്ത് ഇതിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ദ ടെമ്പറേച്ചർ വിൽ പാരാമീറ്ററൈസ്, or it will tell you something about the glass of water, for example. ഓക്കെ, ഗ്ലാസ് ഓഫ് വാട്ടറിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള ഐഡിയ തരും. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അപ്പിയറൻസ് എന്നുള്ള വാക്ക് വളരെ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഫിസിക്സിൽ അല്ലെങ്കിൽ നമ്മളുടെ മുന്നോട്ടുള്ള ഡിസ്കഷനിൽ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മൈക്രോസ്കോപ്പിക്കലി മെഷർ ചെയ്യാവുന്ന ക്വാണ്ടിറ്റീസ് എന്നുള്ള അർത്ഥത്തിലാണ്. അതിൻ്റെ മൈക്രോസ്കോപ്പിക് ഡീറ്റെയിൽസിനെ കുറിച്ചൊന്നും അറിയാതെ തന്നെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള നമ്മുടെ എക്സ്പെരിമെൻസിലൂടെ മെഷർ ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ കഴിയുന്ന, റൈറ്റ്, ആ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന, സിസ്റ്റത്തെ ക്യാരക്ടറൈസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന പാരാമീറ്റേഴ്സിനെയാണ് മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം ടെമ്പറേച്ചർ, ഓക്കെ, എൻട്രോപ്പി, വോള്യം, പ്രഷർ, ഇതൊക്കെ മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഗ്യാസസ് അല്ലെങ്കിൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത് ആറ്റംസും മോളിക്യൂൾസും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്തു. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഫീൽഡ്, ഓക്കെ, നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ടാവും. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഫീൽഡ് ഡെവലപ്പ് ചെയ്ത കാലത്ത് അതിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിരുന്നു എന്ന കാര്യം പോലും അറിയില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ സിസ്റ്റം ആസ് എ ഹോൾ എടുത്താൽ അതിനെക്കുറിച്ച് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇതാണ് പൊതുവെ മൈക്രോസ്കോപ്പിക് പാരാമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഈക്വിലിബ്രിയം എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈക്വിലിബ്രിയത്തെ നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇഫ് ദ മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം ഡു നോട്ട് വേരി ഇൻ ടൈം, ഇഫ് ദേ ഡു നോട്ട് ചേഞ്ച് ഇൻ ടൈം, ദെൻ വി സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ ഈക്വിലിബ്രിയം. നമ്മൾ സിസ്റ്റത്തെ ക്വാണ്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ, സിസ്റ്റത്തെ വിവരിക്കാൻ, അതാണ് ദാറ്റ്സ് എ ബെറ്റർ വേർഡ്. വി ക്യാൻ യൂസ് സർട്ടൻ പാരാമീറ്റേഴ്സ് ടു ഡിസ്ക്രൈബ് എ ഗിവൺ സിസ്റ്റം. Okay, and if these parameters do not change with time, okay, then we say that the system is in equilibrium. All right, it has nowhere to go, it is in equilibrium. All right, ഇതിപ്പോൾ കൂടുതൽ നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും തമ്മിലുള്ള ബൗണ്ടറി ആസ് സച്ച് അത്ര ഷാർപ്പല്ല. ഓക്കെ, ഇനീഷ്യലി ഹിസ്റ്റോറിക്കലി ആദ്യം ഉണ്ടായത് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് നമ്മൾ വിളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് നമ്മൾ ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്, മൈക്രോസ്കോപ്പിക് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പഠിക്കുക. റൈറ്റ്, വോള്യം, പ്രഷർ, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യുക. എന്നിട്ട് ഇവ തമ്മിലുള്ള ചില റിലേഷൻഷിപ്സ് എംപിരിക്കലായിട്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എക്സ്പെരിമെൻറ്റ്സിലൂടെ, അതിനെ പല പല മെഷർമെൻറ്റ്സ് നടത്തുന്നതിലൂടെ കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇങ്ങനെ എംപിരിക്കലായിട്ട് ഇവ തമ്മിലുള്ള ചില റിലേഷൻസ്, കുറേ സിസ്റ്റംസ് പഠിച്ചതിൽ നിന്ന് പ്രഷറും വോള്യവും തമ്മിൽ ഇങ്ങനെ റിലേഷൻ ഉണ്ട്. ഓക്കെ, അല്ലെ, പ്രഷറും വോള്യവും ടെമ്പറേച്ചറും തമ്മിൽ ഈ രീതിയിലുള്ള റിലേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള റിലേഷൻസിനാണ് നമ്മളിത് ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൽ നമ്മളൊരു സിസ്റ്റം ആസ് എ ഹോൾ എടുക്കുകയാണ്. റൈറ്റ്, ഇറ്റ് കുഡ് ബി വാട്ട് ഈസ് എ കണ്ടെയ്നർ ഓഫ് ഗ്യാസ്. ഓക്കെ, സിസ്റ്റം ആസ് എ ഹോൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റം ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, സിസ്റ്റം എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ ലിക്വിഡ് എടുക്കുകയാണെങ്കിലും ഈ സിസ്റ്റത്തിൻ്റെ അണ്ടർലൈൻ കോൺസ്റ്റിറ്റ്യുവൻറ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഹൈപ്പോത്തസിസ് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൽ ആവശ്യമില്ല. Right? We don't need to assume about the microscopic nature or microscopic content of this system. Okay, classical thermodynamics we are dealing entirely with microscopic parameters. All right, so we don't need any assumptions about the microscopic properties of the system.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് ഡെവലപ്പ് ചെയ്ത കാലത്ത് ഇത് എന്താണ് ഇപ്പോൾ ഗ്യാസ് എന്ന് പറയുന്നതിന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതായിട്ടാണ് ഒരു കണ്ടിന്യൂസ് സിസ്റ്റമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അത് മോളിക്യൂൾസ് കൊണ്ട് അല്ലെ ആറ്റംസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത് എന്ന് പോലും അക്കാലത്ത് അറിയില്ലായിരുന്നു. അത് ആ അറിവ് വരുന്നതോടെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്താണെന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് വി ആർ സ്റ്റഡിങ് യൂഷ്വലി സിസ്റ്റം ഇൻ ഈക്വിലിബ്രിയം. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലും പൊതുവെ നമ്മൾ പഠിക്കുന്ന സിസ്റ്റംസ് ഇൻ ഈക്വിലിബ്രിയമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വി ആർ ട്രൈങ് ടു മേക്ക് വെരി ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ പാർട്ടിക്കിൾസ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും തെർമോഡൈനാമിക്സും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയുക നമ്മുടെ സിസ്റ്റത്തിൻ്റെ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള അറിവ് ഉപയോഗിച്ച് ചില കൺക്ലൂഷനിലെത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഗ്യാസിന് മോളിക്യൂൾസ് ഉണ്ട്, ആറ്റംസ് ഉണ്ട്. ഈ ആറ്റംസ് ഈ ഓരോ സിംഗിൾ ആറ്റവും ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ചാണ് ടൈമിൽ ഇവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ഇക്വേഷൻ അനുസരിച്ചാണ് ഇവോൾവ് ചെയ്യുന്നത്. ഈ ഒരു അസംഷൻ ഉപയോഗിച്ച് ഈ തെർമോഡൈനാമിക്സിൻ്റെ തന്നെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. Okay, so it's important here. The microscopic structure is important here. We have an assumption about the microscopic structure of our system. Okay, so it yields all the results of thermodynamics. Obviously, it gives you all the results of thermodynamics plus and more than that. Okay, it is more powerful. It gives you more general relations for calculating the microscopic parameters of the system from the knowledge of its microscopic constituents. Okay. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നം ഇതെന്തിന് എത്ര വിശദീകരിക്കണമെന്ന് തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് ഡെവലപ്പ് ചെയ്തിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള മൈക്രോസ്കോപ്പിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട് എന്നുള്ള കാര്യം അധികം ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് സീരിയസ് ആയിട്ട് എടുക്കപ്പെട്ടിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഈ തെർമോഡൈനാമിക്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഫീൽഡായിരുന്നു. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിക് ബിഹേവിയറിന് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് കോൺസ്റ്റിറ്റ്യുവൻസിനെ കുറിച്ചുള്ള ഒരു അസംഷൻ ഉപയോഗിച്ച് ഇതേ റിസൾട്ട്സ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ അക്കാലത്ത് വളരെ സംശയത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ഇപ്പോൾ ബോൾട്സ്മാൻ നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ വേണമെങ്കിൽ ഫോർ ഫാദേഴ്സിൽ ഒരാളാണെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഫിഗേഴ്സിൽ ഒരാളാണ് ബോൾട്സ്മാൻ. അപ്പോൾ ബോൾട്സ്മാൻ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ വളരെയധികം എതിർപ്പ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം ബോൾട്സ്മാൻ്റെ അവസാന കാലഘട്ടമൊക്കെ ആയപ്പോഴാണ് ബോൾട്സ്മാൻ്റെ പല റിസൾട്ട്സും ആൾക്കാർ അംഗീകരിച്ചു തുടങ്ങിയത്. ബോൾട്സ്മാൻ വളരെയധികം ഫൈറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു തൻ്റെ ഐഡിയാസ് സയൻറ്റിഫിക് ലോകത്ത് അക്സെപ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ സിസ്റ്റം ഇൻ ഈക്വിലിബ്രിയമാണ് പറയുന്നത്. ഇവിടെ ഇനി വേറൊരു ഫീൽഡും കൂടെ ഉണ്ട്, ഇറിവേഴ്സിബിൾ തെർമോഡൈനാമിക്സ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ബട്ട് ഓഫ് ഇറിവേഴ്സിബിൾ പ്രോസസ്സസ്. ഓക്കെ, അപ്പോൾ അതായത് സിസ്റ്റം ഈക്വിലിബ്രിയത്തിലല്ലാത്ത സിസ്റ്റം, അങ്ങനെയുള്ള സിസ്റ്റംസിനെ പഠിക്കുക കുറേ കൂടെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ റിസൾട്ട്സ് അത്ര തന്നെ ജനറൽ അല്ല. നമ്മൾ പൊതുവെ ഈക്വിലിബ്രിയത്തിലല്ലാത്ത സിസ്റ്റംസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഈ പേരുകൾ അല്ലെങ്കിൽ ടേംസ് ഒന്ന് പരിചിതമായിരിക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, വേറൊന്ന് കൈനറ്റിക് തിയറിയാണ്. അപ്പോൾ ഈ കൈനറ്റിക് തിയറിയിൽ നമ്മൾ ചെയ്യുന്നത് വി ആർ ആക്ച്വലി ലുക്കിംഗ് അറ്റ് ദ ഇൻറ്ററാക്ഷൻസ്, ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഇൻറ്ററാക്ഷൻസ് ഓഫ് ഓൾ ദ പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, അതിൽ നിന്ന് പാരാമീറ്റേഴ്സ് മൈക്രോസ്കോപ്പിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ഡിറൈവ് ചെയ്തെടുക്കുക ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മൈക്രോസ്കോപ്പിക് കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഇടയിലുള്ള ഇൻറ്ററാക്ഷൻ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സീരിയസ് ആയിട്ട് കണക്കിലെടുക്കുന്നുണ്ട് കൈനറ്റിക് തിയറിയിൽ. ഓക്കെ, കൈനറ്റിക് തിയറിയുടെ അപ്ലിക്കബിലിറ്റി കുറച്ചുകൂടെ വൈഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെക്കാളും. ഒക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈക്വിലിബ്രിയത്തിലല്ലാത്ത സിസ്റ്റത്തെക്കുറിച്ച് വേണമെങ്കിൽ കൈനറ്റിക് തിയറി ഉപയോഗിച്ച് പഠിക്കാം. ഓക്കെ, പക്ഷേ അതിൻ്റെ മാത്തമാറ്റിക്സ് കൂടുതൽ ഡിഫിക്കൽട്ടാണ്. റൈറ്റ്, ഇപ്പോൾ നമുക്ക് സിംഗിൾ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ഷ്രോഡിംഗർ ഇക്വേഷൻ, അതുപോലെ ന്യൂട്ടൺ ഇക്വേഷൻ എന്നിങ്ങനെയെല്ലാം ഉള്ളതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൈനറ്റിക് തിയറിയായിട്ട് നമുക്ക് ബോൾട്സ്മാൻ ഇക്വേഷൻ എഴുതാൻ കഴിയും. ബോൾട്സ്മാൻ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ സിസ്റ്റത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ യൂഷ്വലി ബോൾട്സ്മാൻ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് മുൻപ് ഒരുപക്ഷെ ഡെവലപ്പ് ചെയ്തു വന്ന ഫീൽഡ്, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് പാരലായിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന ഫീൽഡാണ് കൈനറ്റിക് തിയറി. റൈറ്റ്, അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ബോൾട്സ്മാൻ്റെ കാര്യം പറഞ്ഞു. ബോൾട്സ്മാനൊക്കെ ഡെവലപ്പ് ചെയ്ത ആ ഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും കൈനറ്റിക് തിയറി ആയിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. റൈറ്റ്, അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽഡാണ്. ഈ ഡിസ്ക്രിപ്ഷൻ കൂടുതൽ ഡീറ്റെയിൽഡാണ്.
നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന കുറച്ചുകൂടെ പിന്നീട് ഫോർമലൈസ് ചെയ്യപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ആദ്യം തെർമോഡൈനാമിക്സ് ആണ് ഉണ്ടായത്. അതായത് അറ്റോമിക് നേച്ചർ, മാറ്ററിന് അറ്റോമിക് നേച്ചർ ഉണ്ട്, ഒരു പാർട്ടിക്കിൾ നേച്ചർ, ഫണ്ടമെൻ്റൽ കോൺസ്റ്റിറ്റ്യുവൻസ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത് എന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ തെർമോഡൈനാമിക്സ് ഡെവലപ്പ് ചെയ്യപ്പെട്ടിരുന്നു. അതുപോലെ ഹീറ്റ് എന്ന് പറയുന്നത് ആദ്യം മിസ്റ്റീരിയസ് ആയിരുന്നു, അതൊരു ഫോം ഓഫ് എനർജി ആണെന്നുള്ളത് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്ത് കൗണ്ട് റംഫോർഡ് ആൻഡ് ഡേവി. ഇനി അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തത് അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്ത് R.J. മേയർ എന്ന് പറയുന്ന ജർമ്മൻ ഫിസിസിസ്റ്റാണ്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് ജൂൾ ആണ് മുന്നോട്ട് വെച്ചിരുന്നത്. അതുപോലെ തെർമോഡൈനാമിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഹീറ്റ് എൻജിൻസിനെ കുറിച്ചുള്ള അനാലിസിസ് തെർമോഡൈനാമിക്സിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് ഇരുന്നതാണ്. ഇപ്പോൾ ഫ്രഞ്ച് എഞ്ചിനീയർ ആയിരുന്ന സാഡി കാർനോ 1824 ഹീറ്റ് എൻജിൻസിനെ കുറിച്ചുള്ള അനാലിസിസ് തെർമോഡൈനാമിക്സുമായിട്ട് ബബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റ് ആയിരുന്നു ഹീറ്റ് എൻജിൻസിനെ കുറിച്ചുള്ള അനാലിസിസ്. നിങ്ങൾ കാർനോട്ട്സ് എൻജിൻ എന്നിങ്ങനെയുള്ള വാക്കുകളെല്ലാം കേട്ടിട്ടുണ്ടാവും. അതിൽ തെർമോഡൈനാമിക് തിയറി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇക്വേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തത് ക്ലോഷ്യസ്, അതുപോലെ ലോർഡ് കെൽവിൻ എന്നിവരായിരുന്നു. അതുപോലെ ജോസിയ വില്യാർഡ് ഗിബ്സ്, ഇവരെല്ലാം തെർമോഡൈനാമിക്സിൻ്റെ തന്നെ ഡെവലപ്മെൻറ്റിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾക്കാരായിരുന്നു. ഇതെല്ലാം തെർമോഡൈനാമിക്സ് ആണ്. എവിടെയും ആറ്റോമിക് ഹൈപ്പോത്തിസിസ് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഗ്യാസ് ഇസ് മേഡ് അപ്പ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് എന്നുള്ള കാര്യം ഇവിടെ ഉപയോഗിക്കപ്പെടുന്നില്ല. ഈ കാര്യം ആദ്യമായിട്ട് ഉപയോഗിച്ചത് കൈനറ്റിക് തിയറിയിലാണ്. ഇതിനാണ് അറ്റോമിക് അപ്രോച്ച് ടു മൈക്രോസ്കോപ്പിക് പ്രോബ്ലംസ്. സോ ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഓർ ദ അപ്പിയറൻസ് ഓഫ് എ ഗിവൺ സിസ്റ്റം based on the assumption that this system is made up of tinier little small particles. ഇതാണ് കൈനറ്റിക് തിയറി മുന്നോട്ട് വെച്ച ചോദ്യം. അപ്പോൾ അന്ന് ആറ്റംസിൻ്റെ എക്സിസ്റ്റൻസിന് ഡയറക്റ്റ് ആയിട്ടുള്ള തെളിവൊന്നും ഇല്ലാതിരുന്ന കാലമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്തത് ക്ലോഷ്യസ് ആദ്യം അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ക്ലോഷ്യസ് മാത്രമല്ല, അതിന് മുൻപ് പലരും മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആദ്യമായിട്ടിത് ഏറ്റെടുത്തൊരു പ്രോമിനൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് ക്ലോഷ്യസ് ആയിരുന്നു. പക്ഷേ ക്ലോഷ്യസിൻ്റെ മാത്തമാറ്റിക്സ് അത്രയധികം മാത്തമാറ്റിക്കലി അത്ര ഡെവലപ്ഡ് ആയിരുന്നില്ല. അത് മാത്തമാറ്റിക്കലി കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ മാക്സ്വെൽ മുന്നോട്ട് വെച്ചു. മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പേരിലൊക്കെ ഒരു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ മാക്സ്വെല്ലാണ് സംസാരിച്ചത്. പിന്നീട് ഇതേ ഐഡിയ ഏറ്റെടുത്ത് ജനറലൈസ് ചെയ്ത് വേറെ രീതിയിൽ മാക്സ്വെല്ലിൻ്റെ റിസൾട്ട് വേറെ രീതിയിൽ കൊണ്ടുവരാം എന്ന് കണ്ടുപിടിച്ചത് ബോൾട്സ്മാൻ ആയിരുന്നു. ഒരുപക്ഷെ അക്കാലത്ത് ഇതിനുവേണ്ടി ഏറ്റവും അധികം ഇതിനെ ഡെവലപ്പ് ചെയ്തത്. അതുപോലെ എൻട്രോപ്പി എന്നുള്ള കോൺസെപ്റ്റിന് ഒരു മൈക്രോസ്കോപ്പിക് എക്സ്പ്ലനേഷൻ എങ്ങനെ കൊടുക്കാം, തെർമോഡൈനാമിക്സിലുള്ള എൻട്രോപ്പി എന്നുള്ള കോൺസെപ്റ്റിന് ഒരു മൈക്രോസ്കോപ്പിക് എക്സ്പ്ലനേഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളതെല്ലാം ബോൾട്സ്മാനാണ് മുന്നോട്ട് വെച്ചത്. അക്കാലത്ത് ഞാൻ പറഞ്ഞ പോലെ അതിന് വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഇപ്പോൾ ബോൾട്സ്മാൻ അക്കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടി വന്നു. പക്ഷേ ബോൾട്സ്മാൻ്റെ ലൈഫിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഈ കൈനറ്റിക് തിയറിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യ കാലം എന്ന് പറയുന്നത്. എച്ച് തിയറി എന്ന പേരിലൊക്കെയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അത് മാത്തമാറ്റിക്കലി അത്ര എലഗൻ്റ് ഒന്നും ആയിരുന്നില്ല. നമ്മൾ പൊതുവെ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ലഗ്രാഞ്ചിയൻ ഒക്കെ പഠിക്കുന്ന പോലെ അത്ര മാത്തമാറ്റിക്കലി എലഗൻ്റ് ആയിരുന്നില്ല. കാരണം പ്രോബബിലിറ്റി, ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഇങ്ങനെ പ്രോബബിലിറ്റിയുടെ മാത്തമാറ്റിക്സ് ഇതൊക്കെയാണ് ബോൾട്സ്മാൻ അന്ന് ഉപയോഗിച്ചിരുന്നത്. മാക്സ്വെൽ മോളിക്യുലർ വെലോസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷനാണ് കണ്ടുപിടിച്ചത്. ബോൾട്സ്മാൻ ഫോർമുലേറ്റഡ് ഹിസ് ഫണ്ടമെൻ്റൽ ഇൻറ്റഗ്രൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതിനാണ് ബോൾട്സ്മാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇൻ 1872. അപ്പോൾ ഇറിവേഴ്സിബിലിറ്റി പോലുള്ള കാര്യങ്ങൾ, തെർമോഡൈനാമിക്സിൽ നിന്ന് പരിചയമുള്ള ഇറിവേഴ്സിബിലിറ്റി, അതായത് എൻട്രോപ്പി ടെൻസ് ടു ഇൻക്രീസ് ഓർ റിമെയിൻ കോൺസ്റ്റൻറ്റ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു മോളിക്യുലർ അല്ലെങ്കിൽ ഒരു അറ്റോമിക്, ഒരു മൈക്രോസ്കോപ്പിക് എക്സ്പ്ലനേഷൻ ഉണ്ട് എന്ന് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ബോൾട്സ്മാൻ ആയിരുന്നു. ഈ കൈനറ്റിക് തിയറി നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത് ചാപ്മാൻ ആൻഡ് എൻസ്കോഗ് എന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു. അതിന് ചില സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് അവർ മുന്നോട്ട് വെച്ചു. നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഡിസിപ്ലിൻ ബോൾട്സ്മാൻ്റെ വർക്കിൽ നിന്ന് തന്നെയാണ് ഡിറൈവ് ചെയ്ത് വന്നത്. ബോൾട്സ്മാൻ്റെ വർക്കിൽ നിന്ന് തന്നെയാണ് ഡിറൈവ് ചെയ്ത് വന്നത്. അതുപോലെ നമ്മൾ ഈ കാണുന്ന എൻസംബിൾ അപ്രോച്ച്, എൻസംബിൾ തിയറി എന്ന് പറയും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് മുന്നോട്ട് വെച്ചത് ഗിബ്സ് തന്നെയായിരുന്നു.
റൈറ്റ്. ഗിബ്സ് കുറേ വളരെ എലഗൻ്റ് ആയിട്ടുള്ള എൻസംബിൾ അപ്രോച്ച് ഒക്കെ മുന്നോട്ട് വെച്ചത് ജോസിയ വില്യാർഡ് ഗിബ്സ് എന്ന് പറയുന്ന അമേരിക്കൻ ഫിസിസിസ്റ്റ് ആയിരുന്നു. റൈറ്റ്. ഇനി ഇത് ഇക്കാലത്ത് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് അറിയില്ലായിരുന്നു, പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചുള്ള പല ഇൻസൈറ്റ്സും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോലുള്ള കാര്യങ്ങൾ. റൈറ്റ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന പേരിലാണ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഇതിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുന്നില്ല, കാരണം അതേ മെത്തേഡ്സ് തന്നെ നമ്മൾ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് ഉപയോഗിക്കുന്ന അതേ മെത്തേഡ്സ് തന്നെ ജനറലൈസ് ചെയ്ത് ക്വാണ്ടം മെക്കാനിക്കൽ സിറ്റുവേഷൻസ് പഠിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. റൈറ്റ്. ഓക്കെ. പിന്നെ ഈ ഐൻസ്റ്റൈൻ ബ്രൗണിയൻ മോഷൻ പോലുള്ള കാര്യങ്ങൾ ഈ അറ്റോമിക് ഹൈപ്പോത്തസിസ് ഉപയോഗിച്ച് വിശദീകരിച്ചതോടെയാണ് ഒരുപക്ഷെ ആറ്റംസിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ്, ഓക്കെ, ആറ്റംസിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവ് സ്പ്രെഡായത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അല്ലെങ്കിൽ ഐൻസ്റ്റൈൻ്റെ ബ്രൗണിയൻ മോഷനുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ആറ്റംസ് അല്ലെ മോളിക്യൂൾസിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവായിരുന്നു. റൈറ്റ്. ഓക്കെ. ഇപ്പോൾ ഇത്ര നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇറ്റ് മേ സീം എ ലിറ്റിൽ ബിറ്റ് സർപ്രൈസിങ്, റൈറ്റ്, ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് നമ്മൾ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പലവണ്ണം പറഞ്ഞു അല്ലേ. വി ആർ സേയിങ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ. നമ്മൾ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് മോളിക്യൂൾസ്, ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻23. ഓക്കെ. ഇത്രയധികം മോളിക്യൂൾസിനെ കുറിച്ചോ ആറ്റംസിനെ കുറിച്ചൊക്കെയാണ് പൊതുവെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം. ഓക്കെ. വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് 1 or 2 പാർട്ടിക്കിൾസ്. Okay, even a 3-particle system is very difficult to study, but we are talking about 10⁻23 particles. All right. അപ്പോൾ ഈ കോംപ്ലക്സിറ്റി, ഈ കോംപ്ലിക്കേഷൻ തന്നെയാണ് ചില ജനറൽ ആയിട്ടുള്ള പാറ്റേൺസ് ഒബ്സർവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ അപ്രോച്ച് these systems using the methods of statistics. Okay. So by applying statistical arguments, okay, to these systems like average and all these quantities, we actually get a lot of idea, a lot of information about the system. Okay. All right. Now let's go into a little bit of basics. നമ്മൾ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത് വിൽ ബി ടോക്കിംഗ് അബൌട്ട് പ്രോബബിലിസ്റ്റിക് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ. പ്രോബബിലിസ്റ്റിക് ആർഗ്യുമെൻറ്റ്സ്, അതായത് നമ്മൾ പ്രോബബിലിറ്റീസിനെ കുറിച്ചാണ് സംസാരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ സിംഗിൾ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് നമുക്കറിയാമെങ്കിൽ, അതിൻ്റെ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓക്കെ അറിയാമെങ്കിൽ, ദ സ്റ്റേറ്റ് അറ്റ് എനി ലേറ്റർ ടൈം ഇസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ബൈ ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ. അത് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ആവാം, ന്യൂട്ടൻ്റെ ഇക്വേഷൻ ആവാം, വിച്ച് എവർ ഇക്വേഷൻ ഓഫ് മോഷൻ. ഓൾ ദീസ് ഹാവ് ദ സെയിം ഫിസിക്കൽ കണ്ടൻറ്റ് എനിവേ. ഓൾ ദീസ് ഹാവ് ദ സെയിം ഫിസിക്കൽ കണ്ടൻറ്റ്. Alright. അപ്പോൾ ഈ ഇക്വേഷൻ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് അറിയാണ് x0, p0, ദാറ്റ്സ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. റൈറ്റ്. ഇക്വേഷൻ ഓഫ് മോഷൻ F = ma. റൈറ്റ്. ഇക്വേഷൻ ഓഫ് മോഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് അറിയണം, ഇക്വേഷൻ മോഷൻ കൺസിഡർ സോൾവ് ചെയ്യാം, ആൻഡ് ദെൻ യു ക്യാൻ ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം അറ്റ് എനി ലേറ്റർ ടൈം. റൈറ്റ്. ഇവിടെ എവിടെയും പ്രോബബിലിറ്റി ഇല്ല. നമ്മൾ ഫണ്ടമെൻ്റൽ ഫിസിക്സ് നോക്കുമ്പോൾ ഇവിടെ എവിടെയും പ്രോബബിലിറ്റി ഇല്ല. ക്ലാസിക്കൽ മെക്കാനിക്സിൽ എസ്പെഷ്യലി പ്രോബബിലിറ്റി ഇല്ല. Alright. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രോബബിലിറ്റീസ്. Alright. We are not talking about exactly what's going to happen. We are talking about the probabilities of observing certain things. ഓക്കെ. വീണ്ടും ഈ പ്രോബബിലിറ്റി ക്വാണ്ടം മെക്കാനിക്സിലെ പ്രോബബിലിറ്റി അല്ല, ആ പ്രോബബിലിറ്റിയിലേക്ക് പിന്നീട് നമ്മൾ വരുന്നുണ്ടാവും. ദിസ് ഇസ് ജസ്റ്റ് വി ആർ യൂസിങ് പ്രോബബിലിസ്റ്റിക് ആർഗ്യുമെൻറ്റ്സ് ബിക്കോസ് വി കനോട്ട് കീപ് ട്രാക്ക് ഓഫ് ഈച്ച് ഓഫ് ദ പാർട്ടിക്കിൾ സെപ്പറേറ്റ്ലി. ഓക്കെ. സിസ്റ്റത്തിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആണ് നമ്മളിവിടെ പ്രോബബിലിസ്റ്റിക് ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇവിടെയും അസംഷൻ ഇതാണ്. ഈവൻ ഹിയർ ഇൻ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ദ അസംഷൻ ഈസ് ദാറ്റ് ഈച്ച് ഓഫ് ദിസ് പാർട്ടിക്കിൾസ്, അതൊരു ഗ്യാസ് ആണെങ്കിൽ ഈച്ച് ഓഫ് ദിസ് പാർട്ടിക്കിൾസ് ഇവോൾവ് ഓർ ഒബേ ന്യൂട്ടൺസ് ഇക്വേഷൻ ഓർ ഹാമിൽട്ടൺസ് ഇക്വേഷൻ. Alright. If you want to be more sophisticated, you can say each of these particles evolve according to Hamilton's equations of motion. ഓക്കെ. ഇതിനൊരു കൃത്യമായിട്ടുള്ള പൊസിഷൻ, ഓരോ പാർട്ടിക്കിളിനും കൃത്യമായിട്ടുള്ള പൊസിഷനും മൊമെൻറ്റും എല്ലാം ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് ഇവോൾവ് ചെയ്യും. പക്ഷേ ഇത് ട്രാക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. ഓക്കെ. ഇറ്റ്സ് ഓൺലി ബിക്കോസ് വി കനോട്ട് കീപ് ട്രാക്ക് ഓഫ് ദി ഇൻഡിവിജ്വൽ particles. Alright. It's because of this that we use
പ്രോബബിലിസ്റ്റിക് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ പ്രോബബിലിസ്റ്റിക് ആർഗ്യുമെൻറ്റ്സ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലെ പ്രോബബിലിറ്റി. ഓക്കെ, ദ പ്രോബബിലിറ്റി PR, okay, probability definition നമുക്കിങ്ങനെ പറയാം. The probability PR of the occurrence of an event R in a system is defined with respect to statistical ensemble of n such systems. ഓക്കെ, അപ്പോൾ എൻസെമ്പിൾ എന്ന് പറഞ്ഞൊരു കളക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ എടുത്തത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ എൻസെമ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ കളക്ഷൻ എന്ന് നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, R എന്ന് പറയുന്നൊരു ഇവൻറ്റ്. ഓക്കെ, ഇറ്റ് കുഡ് ബി സം പെർട്ടിക്കുലർ മെഷർമെൻറ്റ്, ഇറ്റ് കുഡ് ബി എൻ എനർജി മെഷർമെൻറ്റ്, എനിത്തിങ്. റൈറ്റ്, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വി ടോക്ക് അബൌട്ട് സിസ്റ്റംസ്. റൈറ്റ്, ഇതൊരു എനർജി മെഷർമെൻ്റ് ആവും, മൊമെൻറ്റം മെഷർമെൻ്റ് ആവും. ഓക്കെ, വി ടോക്ക് അബൌട്ട് സിസ്റ്റംസ്. Right, or we are making a large number of measurements on a given system, right, assuming that we don't disturb the system during our measurement. Right, അപ്പോൾ നമ്മളിങ്ങനെ large number of measurement നടത്തുമ്പോൾ suppose NR number of times you observe an event R. ഓക്കെ, ടോട്ടലി നമ്മൾ നടത്തുന്ന മെഷർമെൻറ്റ്സ് അല്ലെ ടോട്ടലി നമ്മൾ നടത്തുന്ന മെഷർമെൻറ്റ്സ് നമ്മൾ എൻസെമ്പിൾ നമ്മളെ കളക്ഷനിലുള്ള N സിസ്റ്റംസ് ആണ്. അല്ലെങ്കിൽ ടോട്ടലി നമ്മൾ നടത്തുന്നത് N മെഷർമെൻറ്റ്സ് ആണ്. ഈ N മെഷർമെൻറ്റ്സ് നമ്മൾ നടത്തുമ്പോൾ R എന്നുള്ള ഇവൻറ്റ് NR ടൈംസ് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്തതെന്ന് കരുതുക. ഉദാഹരണത്തിന് R എന്നുള്ള പൊസിഷനിൽ NR ടൈംസ് ആണ് നമ്മൾ മെഷർ ചെയ്തതെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ്, അസ്യൂമിങ് ദാറ്റ് ദീസ് നമ്പേഴ്സ് ആർ ലാർജ്, റൈറ്റ്, അസ്യൂമിങ് ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് എ ലാർജ് നമ്പർ ഓഫ് ട്രയൽസ്, ഓക്കെ, ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ്, ആൻഡ് ദെൻ വി ക്യാൻ ഡിഫൈൻ PR is equal to NR divided by N. ഓക്കെ, ഇതാണ് ഈ രീതിയിലാണ് നമ്മൾ പ്രോബബിലിറ്റി എക്സ്പെരിമെൻ്റലായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, അതായത് R എന്നുള്ളൊരു ഇവൻറ്റ് NR ടൈംസ് ഒബ്സർവ് ചെയ്തു. ഓക്കെ, വെൻ യു മേക്ക് എ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ്, N മെഷർമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രാക്ഷൻ ഓഫ് ടൈംസ്, ദ ഫ്രാക്ഷൻ ഓഫ് ടൈംസ് ദാറ്റ് യു മേക്ക് എൻ ഒബ്സർവേഷൻ R, റൈറ്റ്, ദ ഫ്രാക്ഷൻ ഓഫ് ടൈംസ് യു ഒബ്സർവ് ആൻ ഇവൻറ്റ് R, ദാറ്റ്സ് കോൾഡ് ദ പ്രോബബിലിറ്റി. അതായത് ടോട്ടൽ N ട്രയൽസിൽ എത്ര തവണ നമ്മൾ R എന്നുള്ള ഇവൻറ്റ് ഒബ്സർവ് ചെയ്തു. റൈറ്റ്, ഈ NR ഡിവൈഡ് ബൈ N എന്നുള്ളതിനെ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. റൈറ്റ്, യു ക്യാൻ ഓൾസോ സേ ദാറ്റ് ഈ ഫ്രാക്ഷൻ ഓഫ് ഇവൻറ്റ്സ് or fraction of times R was observed, ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. PR, പ്രോബബിലിറ്റി ഫോർ ഒബ്സർവിങ് ദ ഇവൻറ്റ് R എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ലാർജ് നമ്പർ ഓഫ് ടൈംസ് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ലാർജ് നമ്പർ ഓഫ് ടൈംസ് കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ, അസ്യൂമിങ് ദാറ്റ് ദ കോയിൻ ഇസ് അൺബയസ്ഡ് എറ്റ്സെട്ര, ഓക്കെ, ദ നമ്പർ ഓഫ് ടൈംസ് യു ഗെറ്റ് ഹെഡ്സ് ഔട്ട് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടോസസ്. ടോട്ടൽ നമ്പർ N ടോസസ് ആണുള്ളത്, അതിൽ NH ടൈംസ് നമുക്ക് ഹെഡ്സ് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ ഈ N, ഇഫ് ഇറ്റ് ഇസ് ലാർജ് ഇനഫ്, വി സേ ദാറ്റ് ദിസ് ഇസ് 1/2. അതായത് ദ ഫ്രാക്ഷൻ ഓഫ് ടൈംസ് ദാറ്റ് യു എക്സ്പെക്ട് ടു ഗെറ്റ് ഹെഡ്സ് ഈസ് വാട്ട് യു സേ ഹാഫ്. ഓക്കെ, അതായത് പകുതി തവണ, ഏകദേശം പകുതി തവണ, അസ്യൂമിങ് ദാറ്റ് ദിസ് N ഇസ് ലാർജ് ഇനഫ്. റൈറ്റ്, സോ ഏകദേശം അപ്രോക്സിമേറ്റ്ലി യു വിൽ ഗെറ്റ് ഹാഫ് ഓഫ് ദ ടൈംസ് യു വിൽ ഗെറ്റ് ഹെഡ്സ് ആൻഡ് ഹാഫ് ഓഫ് ദ ടൈംസ് യു വിൽ ഗെറ്റ് ടെയിൽസ്. ഓക്കെ, ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പ്രോബബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഡിസ്ക്രീറ്റ് സിസ്റ്റം ആണെങ്കിലാണ് നമുക്ക് ഡിസ്ക്രീറ്റ്, ഇപ്പോൾ R എന്ന് പറയുന്ന ഇവൻറ്റ് ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള R എന്ന് പറയുന്ന മെഷർമെൻറ്റ് ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ആണെങ്കിൽ നമുക്കിങ്ങനെ ഉപയോഗിക്കാം. ഇനി കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റിയെക്കുറിച്ചല്ല പറയുക, നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റിയെക്കുറിച്ചാണ് പറയുക. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ പൊസിഷൻ എടുക്കുകയാണെന്ന് കരുതുക. റൈറ്റ്, പൊസിഷൻ, ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു ലാർജ് റോഡ് ഉണ്ട്. ഓക്കെ, അസ്യൂം ദാറ്റ് വി ഹാവ് ഗോട്ട് എ ലാർജ് റോഡ്. റൈറ്റ്, ഇനി ഇതിലൊരു പക്ഷി വന്നിരിക്കുകയാണെന്ന് കരുതുക. ഇമാജിൻ ദാറ്റ് there is a bird. Okay, a bird will come and sit on this. Okay, a bird is about to sit on this. Right, അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബബിലിറ്റി കണക്കാണെങ്കിൽ ഏത് പോയിന്റിലായിരിക്കും, ഈ റോഡിൻ്റെ ഏത് പോയിന്റിലായിരിക്കും ബേർഡ് വന്നിരിക്കുക എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പോയിന്റ്, ടോട്ടൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ട് ഏത് പോയിന്റാണെന്ന് ചോദിക്കുന്നത് നമ്മൾ പൊസിഷനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. പൊസിഷൻ കണ്ടിന്യൂസ് ആണ് അല്ലേ. ഓക്കെ, there are an infinite number of positions here. Right, there are an infinite number of possible positions along this road. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്ത് കണ്ടിന്യൂസ് സിസ്റ്റം ആകുന്നതിൻ്റെ പ്രശ്നമാണ്. പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം വി ആർ ടോക്കിംഗ് അബൌട്ട് 1/∞, ബിക്കോസ് ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ പൊസിഷൻസ്. നമ്മുടെ സാമ്പിൾ സ്പേസ് ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അല്ലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് വരുമ്പോൾ വി ടോക്ക് അബൌട്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി.
Okay, ഇപ്പോൾ പ്രോബിലിറ്റി ഡെൻസിറ്റി പറയുമ്പോൾ നമ്മൾ ഇതാണ് പറയുക, വാട്ട്സ് എ പ്രോബിലിറ്റി ഫോർ ദ കോർ ടു സിറ്റ് ഇൻ ബിറ്റ്വീൻ വാട്ട് ഡു സേ ഇൻ ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, 2 പോയിൻറ്റ്സിൻ്റെ ഇടയിൽ. ഓക്കെ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിൻ്റ് ഇല്ല, 2 പോയിൻറ്റ്സിൻ്റെ ഇടയിൽ തൊടാനുള്ള അല്ലെങ്കിൽ ബേർഡ് വന്നിരിക്കാനുള്ള പ്രോബിലിറ്റി, അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക. റൈറ്റ്, അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് വാട്ട്സ് എ പ്രോബിലിറ്റി ഡെൻസിറ്റി റോ ഓഫ് യു ഇസ് ഡിഫൈൻഡ് ബൈ ദ പ്രോപ്പർട്ടി ദാറ്റ് റോ ഓഫ് യു മൾട്ടിപ്ലൈഡ് ബൈ ഡി യു ഗിവ്സ് യു ദ പ്രോബിലിറ്റി for finding the continuous variable u in the range between u and u plus du. Okay, ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ നിന്നാണ് പൊസിഷൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദിസ് ഇസ് എക്സ് പ്ലസ് ഡി എക്സ്. ഓക്കെ, ഈ എക്സിനും എക്സ് പ്ലസ് ഡി എക്സിനും ഇടയിൽ നമ്മുടെ ബേർഡ് വന്നിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതിന് നമുക്ക് റോ ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. റൈറ്റ്, അപ്പോൾ ഈ റോ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ലൈക്ക് പ്രോബിലിറ്റി പെർ യൂണിറ്റ് ലെങ്ത്. ഈ കേസിൽ ഇറ്റ്സ് ദ പ്രോബിലിറ്റി പെർ യൂണിറ്റ് ലെങ്ത്. അതുകൊണ്ടാണ് ഇതിനെ പ്രോബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കേസിൽ വി ടോക്ക് അബൌട്ട് എ പ്രോബിലിറ്റി ഡെൻസിറ്റി. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ ഈ കേസിലാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബേർഡ് വന്ന് റോഡിലിരിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ്സ് probability per unit length. Okay, you have to talk about the probability per unit length. Alright, അങ്ങനെയാണെങ്കിൽ rho of x multiplied by dx will give you the probability. Rho of x alone is the probability per unit length, or you call it as the probability density. Alright, I hope these ideas are clear. Alright, അതുപോലെ നമുക്ക് ആവറേജ് വാല്യൂ, നമ്മൾ പറഞ്ഞു പ്രോബബിലിസ്റ്റിക് ആയിട്ട് നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആവറേജ് വാല്യൂവിനെ കുറിച്ചാണ് പറയുക. ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് പലവണ നടത്തുകയാണെങ്കിലും ഓരോ തവണ നമുക്ക് ജനറലി ഡിഫറൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമ്മൾ ആവറേജ് വാല്യൂ എടുക്കും, അല്ലെ? വി ടോക്ക് അബൌട്ട് ദ ആവറേജ് വാല്യൂ. ഇതിനെയാണ് നമ്മൾ മീൻ വാല്യൂ, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ കോണ്ടെക്സ്റ്റിൽ നമ്മളിതിനെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്നൊക്കെ വിളിക്കും. ഓക്കെ, എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് ക്വാണ്ടം മെക്കാനിക്സ് വിളിക്കുന്നത് ഈ ആവറേജ് വാല്യൂവിനെ തന്നെയാണ്. റൈറ്റ്, സോ ദ മീൻ വാല്യൂ ഓഫ് യു ഇസ് ഡിനോട്ടഡ് ബൈ ദിസ് യു ഇൻ ആംഗിൾഡ് ബ്രാക്കറ്റ്സ്. ഓക്കെ, നമ്മളിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ചില സമയത്ത് യു ബാർ, ഈ രണ്ട് നൊട്ടേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. either u in angled brackets or u bar. Alright, അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വേരിയബിൾ ആണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഈ കേസിൽ കണ്ടിന്യൂസ് ആണ്, നമുക്ക് ആദ്യം ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ കാര്യം പറയാം. അപ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നതാണ് u1 എന്നുള്ള റിസൾട്ട് നമുക്ക് n1 ടൈംസ് കിട്ടിയെന്ന് കരുതുക. ഓക്കെ, അതുപോലെ u2 എന്നുള്ള റിസൾട്ട് n2 ടൈംസ് കിട്ടിയെന്ന് കരുതുക. അതുപോലെ u3 എന്നുള്ള റിസൾട്ട് n3 ടൈംസ് കിട്ടിയെന്ന് കരുതുക. ഓക്കെ, വി ആർ മേക്കിംഗ് എ മെഷർമെൻറ്റ്. ഓക്കെ, എക്സെട്ര. അങ്ങനെയാണ് നമുക്ക് ആവറേജ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യു ആഡ് ഓൾ ദ വാല്യൂസ് ആൻഡ് ഡിവൈഡ് ഇറ്റ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. റൈറ്റ്, യു ആഡ് ഈച്ച് ആൻഡ് എവറി വാല്യൂ. സോ ദർ വിൽ ബി n1 ടൈംസ് u1 പ്ലസ് n2 ടൈംസ് u2 പ്ലസ് n3 ടൈംസ് u3 എക്സെട്ര ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് n3. അല്ലെ, നമ്മൾ സാധാരണ ലാബോറട്ടറിയിൽ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുകയാണെങ്കിൽ തന്നെയും ആവറേജ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് നമ്മൾ n എന്ന് എഴുതും. ഓക്കെ, ബട്ട് വാട്ട് ഈസ് ദിസ് n1 ഡിവൈഡഡ് ബൈ n? ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, this is n1 divided by n multiplied by u1 plus n2 divided by n multiplied by u2 plus etc. Okay, ഈ n1 by n-നെ തന്നെയാണ് നമ്മൾ p1 probability, the fraction of times you get u1, you make a measurement u1, അല്ലേ? നമ്മൾ നേരത്തെ പ്രോബിലിറ്റി ഇങ്ങനെ തന്നെയാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ആവറേജ് വാല്യൂനെ നമുക്ക് p1 u1 പ്ലസ് p2 u2 പ്ലസ് p3 u3 എന്നിങ്ങനെ എഴുതാം. Alright, ഇനി കണ്ടിന്യൂസ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Average value of u is equal to sum over r PR UR. Alright, we are assuming that the probabilities are normalized to 1. അതായത് എല്ലാ പ്രോബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. Alright, that's what you mean when you say that probabilities are normalized to 1. Okay, കാരണം മാക്സിമം പ്രോബിലിറ്റി 1 ആണ്, അല്ലേ? മാക്സിമം പ്രോബിലിറ്റി 1 ആണ്. നമ്മൾ പ്രോബിലിറ്റി പറയുമ്പോൾ we are talking about between 0 and 1. Okay, so sum over r PRUR is the average value or the mean value. ഓക്കെ, ഇനി നമ്മൾ കണ്ടിന്യൂസ് കേസിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് യു ടേക്ക് ദ വേരിയബിൾ യു, റൈറ്റ്, യു ടേക്ക് ദ വേരിയബിൾ യു ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. കാരണം റോ ഓഫ് യു എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്, റോ ഓഫ് യു ഡി യു ഇസ് ദ പ്രോബബിലിറ്റി. റൈറ്റ്, അപ്പോൾ ഇങ്ങനെ, സോ ബേസിക്കലി വി ആർ ഇഫ് ദിസ് ഇസ് എ ലെങ്ത് ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിനെ ചെയ്യുന്നത് ഈ ലെങ്ത്തിനെ ഇൻഫിനിറ്റെസിമൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, ഇൻഫിനിറ്റെസിമൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈച്ച് സെക്ഷൻ വിൽ ഹാവ് എ ലെങ്ത് ഡി യു. റൈറ്റ്, യു ക്യാൻ ഇമാജിൻ ഇറ്റ് ലൈക്ക് ദാറ്റ്. This is known as the infinity principle in mathematics. All right, so when you study continuous systems, you always divide it up into infinite
small infinitesimal pieces. Alright, അപ്പോൾ du എന്ന് പറയുന്ന പല ലെങ്ത് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ്. സോ യു മെഷർ u, alright, the value, the probability for the measurement u, ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഉദാഹരണത്തിന് u എന്ന് പറയുന്ന ലെങ്ത് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള മെഷർമെൻറ്റിനെ കുറിച്ച് പറയാൻ പറ്റില്ല. യു ടോക്ക് അബൌട്ട് the probability of measurement in an interval u and u plus du. ഓക്കെ, യുവിൻ്റെയും u plus du എന്ന് പറയുന്ന ഈ ഇൻ്റർവെലിൻ്റെ ഇടയിൽ മെഷർ ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് റോ ഓഫ് യു ഡി യു. സോ യു മൾട്ടിപ്ലൈ യു ബൈ റോ ഓഫ് യു ഡി യു ആൻഡ് ദെൻ യു ഇൻറ്റഗ്രേറ്റ്. റൈറ്റ്, കാരണം ഇൻഫിനിറ്റെസിമൽ പീസസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. റൈറ്റ്, യു ഹാവ് ടു ആഡ് ഓൾ ദം അപ്പ്. അതിനാണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്, സോ ഫോർ the average value in the case of continuous variable u is given by average u is equal to integral u rho of u du. Right, ഈ ഡെഫിനേഷൻസ് നമ്മൾ പിന്നീട് കൂടുതൽ വിശദീകരണമില്ലാതെ ഉപയോഗിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണിത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കുന്നത്. റൈറ്റ്, ഇനി പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന ചില കോൺസെപ്റ്റ്സാണ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വേരിയൻസ് എന്ന് പറയുന്നതാണ് സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു സ്ക്വയർ. ഡെൽറ്റ യു സ്ക്വയർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആവറേജ് വാല്യൂവിൽ നിന്ന് ഓരോ സിംഗിൾ വാല്യൂം എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മെഷറാണ്. ഓക്കെ, അതാണ് നമ്മളിവിടെ യു ആർ മൈനസ് ആവറേജ് വാല്യൂ ഓഫ് യു. യു ടേക്ക് ഈച്ച് വാല്യൂ ആൻഡ് യു സബ്ട്രാക്ട് ദ ആവറേജ് വാല്യൂ ഓഫ് യു. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ 0 ആയിരിക്കും കിട്ടുക. ഇഫ് യു ക്യാൻ ടേക്ക് ദ ആവറേജ് ഓഫ് ദിസ്, take the average of this will be 0. Right, for this reason we quantify this quantity by taking the square first and then taking the average. Okay, ആദ്യം സ്ക്വയർ ചെയ്യുക, യു ആർ മൈനസ് ആവറേജ് വാല്യൂ ഓഫ് യു എന്നുള്ളതിനെ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിൻ്റെ ആവറേജ് എടുത്ത 0 ആയതുകൊണ്ട് യു ടേക്ക് ദ ആവറേജ് ഓഫ് ദ സ്ക്വയർ. യു ടേക്ക് ദ ആവറേജ് ഓഫ് ദ സ്ക്വയർ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ അല്ലെങ്കിൽ വേരിയൻസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഓൾറൈറ്റ്, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി ഉണ്ട്. മൾട്ടിപ്ലൈ ഈച്ച് ഓഫ് ദിസ് വാല്യൂസ് ബൈ ദ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ആൻഡ് ആഡ് ഓൾ ഓവർ ദിസ് ഇവൻറ്റ്സ് ഓർ ഓൾ ഓവർ ദിസ് പോസിബിലിറ്റീസ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സം ഓവർ ആർ പി ആർ യു ആർ മൈനസ് ആവറേജ് യു സ്ക്വയർ. ഇനി ഇത് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ യു വിൽ സീ ദാറ്റ് യൂസിങ് ബേസിക് മാത്തമാറ്റിക്സ് യു വിൽ സീ ദാറ്റ് ദി സിഗ്മ സ്ക്വയർ ആക്ച്വലി ബിക്കംസ്, alright, so sigma square will actually become, you take the average of the square. Okay, variable എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്യുക, ആ സ്ക്വയറിൻ്റെ ആവറേജ് ആദ്യം എടുക്കുക. You take the average of the square, first square and then you take the average and then minus it is square of the average. Alright, average of the square minus square of the average, average of the square minus square of the average. Alright, ഇവിടെ നമ്മൾ ആവറേജിൻ്റെ ഓൾറെഡി ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞു. സോ യു ഡോണ്ട് നീഡ് ദിസ്. റൈറ്റ്, സോ ദിസ് ഇസ് ആവറേജ് ഓഫ് ദ സ്ക്വയർ മൈനസ് സ്ക്വയർ ഓഫ് ദ ആവറേജ്. റൈറ്റ്, അപ്പോൾ ഈ ടേം ആണ് ജനറലി വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ. യു സ്ക്വയർ നമ്മൾ എടുക്കുമ്പോൾ, കാരണം വാല്യൂസിന് നമ്മൾ എടുക്കുന്ന ഒരു വേരിയബിളിന് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഒക്കെ വരാം. നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ അത് എല്ലാം പോസിറ്റീവ് വാല്യൂ ആവും. റൈറ്റ്, എല്ലാം തന്നെ പോസിറ്റീവ് വാല്യൂ ആവും. അതുകൊണ്ട് ജനറലി വി എക്സ്പെക്ട് ദിസ് ആവറേജ് ഓഫ് യു സ്ക്വയർ ടു ബി ഗ്രേറ്റർ ദാൻ ദ ആവറേജ് ഓഫ് യു. കാരണം ഇതിൽ പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും ഉണ്ടാകും. ജസ്റ്റ് ആസ് എൻ എക്സാമ്പിൾ. ഓക്കെ, പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും ഒക്കെ നമുക്ക് ഉണ്ടാവാം ഈ യുവിൻ്റെ പോസിബിൾ വാല്യൂസിൽ. അപ്പോൾ ആവറേജ് എടുക്കുന്ന സമയത്ത് ഈ ആവറേജ് ഓഫ് യു സ്ക്വയർ ഈസ് യൂഷ്വലി വി എക്സ്പെക്ട് ദാറ്റ് this is true. Okay, alright, so this difference is called the dispersion or variance. നമ്മൾ ഫ്ലക്ച്വേഷൻ ഒക്കെ ക്വാണ്ടിഫൈ ചെയ്യാൻ ഈ രീതിയിലുള്ള അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ക്വാണ്ടിഫൈ ചെയ്യാൻ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് കോൺസെപ്റ്റ്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു അപ്രോക്സിമേറ്റ് ഫോർമുലയാണ് സ്റ്റെർലിംഗ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ബട്ട് വി വോണ്ട് ഗോ ഇൻ ടു ദ പ്രൂഫ്, വിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ. റൈറ്റ്, അതായത് വെൻ എൻ ഇസ് ലാർജ്, we are talking about large number of molecules, Avogadro number of molecules. Okay, so when n is large, we can have log of n factorial is equal to n log n minus n. Log of n factorial is equal to n log n minus n. Okay, I want you to remember this formula as we go on. All right.
റൈറ്റ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോബിലിറ്റി നമ്മൾ നോർമലൈസ് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, പ്രോബിലിറ്റി നമ്മൾ നോർമലൈസ് ചെയ്യുന്നില്ലെങ്കിൽ you will have to divide by this normalization factor. Okay, this is called a normalization factor. നമ്മൾ normalized ആണെങ്കിൽ this is just 1. Okay, this is normalization factor. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ജസ്റ്റ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ട് എഴുതി എന്ന് മാത്രം. അതുപോലെ നമ്മൾ യു എന്നുള്ളൊരു വേരിയബിളിൻ്റെ ആവറേജ് മാത്രമാണ് കണ്ടത്. യു ക്യാൻ ഓൾസോ ടോക്ക് അബൌട്ട് എനി ഫംഗ്ഷൻ ഓഫ് ദിസ് വേരിയബിൾ. ഈ വേരിയബിളിൻ്റെ ഏതെങ്കിലും ഫംഗ്ഷൻ്റെ ആവറേജ് നമുക്ക് ഇതേ റൂൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. റൈറ്റ്, പി ഓഫ് യു ഐ, ദ പ്രോബിലിറ്റി ഫോർ ഈച്ച് വാല്യൂ ഓഫ് യു ഐ മൾട്ടിപ്ലൈഡ് ബൈ ദ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ. റൈറ്റ്, സോ ഇത് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഗിവിങ് എ ഡിഫറെൻറ്റ് നമ്പർ. ഓക്കെ, യു ഐ ഇത് പൊസിഷൻ ആവാം, അല്ലെങ്കിൽ എനർജി ആവാം, എനിത്തിങ്. റൈറ്റ്, എനി ക്വാണ്ടിറ്റി ദാറ്റ് യു വോണ്ട് ടു മെഷർ. റൈറ്റ്, അപ്പോൾ ഈ യുവിൻ്റെ ആവറേജ് മാത്രമല്ല, നമുക്ക് you can also find the average of any function of u using the same rule. Right, that's what we'll be doing. All right, അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന വേറൊരു റൂളാണ് എഫ് ഓഫ് യു പ്ലസ് ജി ഓഫ് യുവിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എഫ് ഓഫ് യു ആവറേജ് പ്ലസ് ജി ഓഫ് യു ആവറേജ്. റൈറ്റ്, അതിൻ്റെ അത് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടീവ് ഇൻ എ സെൻസ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, അതിൻ്റെ പ്രൂഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് നെസസറി ഫോർ us. ഐ ജസ്റ്റ് വാണ്ട് യു ടു റിമെമ്പർ. അതുപോലെ ഇഫ് യു വാണ്ട് ദ ആവറേജ് ഓഫ് എ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ എഫ് ഓഫ് യു ക്യാൻ ജസ്റ്റ് പുൾ ദിസ് കോൺസ്റ്റൻറ്റ് ഔട്ട് ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ you can just pull the constant out of the average. Constant നമുക്ക് ആവറേജിൽ നിന്ന് പുറത്തെടുക്കാം. സോ സി എഫ് ഓഫ് യു ഹോൾ ബാർ ഇസ് ഈക്വൽ ടു സി മൾട്ടിപ്ലൈഡ് ബൈ എഫ് ഓഫ് യു ബാർ. ഓക്കെ, നമ്മുടെ നേരത്തെ നൊട്ടേഷൻ ആണെങ്കിൽ ദിസ് മീൻസ് എക്സാക്ട്ലി ദ സെയിം തിങ്. This is equal to c multiplied by f of u. Okay, all right. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിക് ആവശ്യമായിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് കണ്ടു കഴിഞ്ഞു. നൗ വി ആർ ഗോയിങ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പെസിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ നമുക്ക് എങ്ങനെ സ്പെസിഫൈ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഓൾറെഡി നമ്മൾ സ്റ്റേറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ പൊസിഷനും മൊമെൻറ്റും ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു അല്ലേ. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അവിടെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ സിംഗിൾ പാർട്ടിക്കിൾസിൻ്റെ കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഡൈനാമിക്കൽ ലോ ഉണ്ട് അല്ലേ. ഉദാഹരണത്തിന് ന്യൂട്ടൺസ് ഇക്വേഷൻ എഫ് ഈക്വൽ ടു എം എ വെക്റ്റർ. ഇക്വേഷൻ ഓഫ് മോഷൻ എക്സാമ്പിളാണ്. ഈ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ച് സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചറോ അല്ലെങ്കിൽ പാസ്റ്റോ എന്ത് വേണമെങ്കിലും പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ സിസ്റ്റത്തെക്കുറിച്ചുള്ള എന്തൊക്കെ ഇൻഫർമേഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഈ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ വാട്ട് വി നീഡ് ഇസ് ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഇനീഷ്യൽ മൊമെൻറ്റം. റൈറ്റ്, അപ്പോൾ ഈ പൊസിഷനും മൊമെൻറ്റും സ്പെസിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഇതാണ് നമ്മൾ പൊതുവെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ എ മൈക്രോ സ്റ്റേറ്റ്? ഓൾറൈറ്റ്, മൈക്രോ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ എപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് ടേംസാണ് മൈക്രോ സ്റ്റേറ്റും മാക്രോ സ്റ്റേറ്റും. മൈക്രോ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എ മൈക്രോ സ്റ്റേറ്റ് ഈസ് എ സ്പെസിഫിക് മൈക്രോസ്കോപ്പിക് കോൺഫിഗറേഷൻ ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം. ഓക്കെ, ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് ഉദാഹരണത്തിന് ഒരു ബോക്സ് ഓഫ് ഗ്യാസ് എടുക്കുകയാണെന്ന് കരുതുക. ഓക്കെ, റൈറ്റ്, or what do you say, cylinder of gas, there are so many particles in it. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എന്ത് ചെയ്താൽ മതി? ഈ ഓരോ പാർട്ടിക്കിളിൻ്റെയും പൊസിഷനും മൊമെൻറ്റും പറഞ്ഞാൽ മതി അല്ലേ. ദാറ്റ്സ് വൺ വേ ടു ഡു ദാറ്റ്. ജസ്റ്റ് ഗിവ് ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റ ഓഫ് ഈച്ച് ഓഫ് ദിസ് പാർട്ടിക്കിൾ. അത് സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യും. ഓൾറൈറ്റ്, അപ്പോൾ ഈ സ്പെസിഫിക്കേഷനാണ് നമ്മൾ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്, അതായത് സിസ്റ്റത്തിൻ്റെ എക്സാക്റ്റ് സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഹോൾ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ പറഞ്ഞാൽ മതി. ഹോൾ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ പറഞ്ഞാൽ അതിൻ്റെ മൈക്രോ സ്റ്റേറ്റ് ഡിഫൈൻഡ് ആയി. ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ ഓരോ പാർട്ടിക്കിളിൻ്റെയും പൊസിഷനും മൊമെൻറ്റവും ഓക്കെ ഓരോ പാർട്ടിക്കിളിൻ്റെയും ക്ലാസിക്കൽ മെക്കാനിക്കൽ സ്റ്റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്യൂമറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിനാണ് നമ്മൾ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. Okay, all right. So for a classical system, it may be defined by specifying the instantaneous positions and momenta of all the particles in the system. ഇതിനാണ് നമ്മൾ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ സ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ ഈ മൈക്രോ എന്നുള്ള വാക്കുകളുണ്ട് പൊതുവേ വരുന്നൊരു മിസ്കോൺസെപ്ഷനാണ്. മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആറ്റമാണ്, അങ്ങനെ എന്തോ ഇതുണ്ട്. പക്ഷേ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്
വീണ്ടും റൈറ്റ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ദ ഹോൾ ഗ്യാസ്. ഓക്കെ, നമ്മുടെ ഹോൾ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇതിലുള്ള ഏതെങ്കിലും ആറ്റത്തെക്കുറിച്ചല്ല, ഈ ഹോൾ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴും ഈ മുഴുവൻ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. റൈറ്റ്, മൈക്രോ സ്റ്റേറ്റും മാക്രോ സ്റ്റേറ്റും ഈ ഫുൾ സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻസ് ആണ്. Okay, you are just specifying or you are just describing the same system in two different ways. Alright, if you specify the system or if you describe the system by enumerating all the momenta and positions of each particle, then that specification is called a microstate. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെസിഫിക്കേഷൻ ഓഫ് ദ എൻറ്റയർ സ്റ്റേറ്റ്. നമ്മളൊരു ബോക്സ് ഓഫ് ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ, ഓക്കെ, വാട്ട് ഈസ് എ കണ്ടെയ്നർ ഓഫ് വാട്ടർ, കണ്ടെയ്നർ ഓഫ് സം ലിക്വിഡ്, റൈറ്റ്, ഒരു ലിക്വിഡിൻ്റെ കണ്ടെയ്നർ ആണെങ്കിലും ഈ സിസ്റ്റത്തിൻ്റെ മുഴുവൻ സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു രീതിയിലുള്ള സ്പെസിഫിക്കേഷനാണ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്, മാക്രോസ്റ്റേറ്റും ഇതേ സിസ്റ്റത്തിനെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറെ രീതിയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മാക്രോസ്കോപ്പിക്കലി മെഷർ ചെയ്യാവുന്ന പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് സിസ്റ്റത്തിനെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സ്പെസിഫൈ ദ സിസ്റ്റം. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻ ദിസ് കേസ് ഇറ്റ്സ് എ ബോക്സ് ഓഫ് ഗ്യാസ് ഓർ എ കണ്ടെയ്നർ ഓഫ് ലിക്വിഡ് ഓർ എനിത്തിങ്. ഓക്കെ, ദിസ് ഇസ് മാക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്പെസിഫൈ ദ സെയിം സിസ്റ്റം യൂസിങ് macroscopic parameters, okay, or macroscopically measurable parameters. Macroscopic parameters, അതായത് ഇതിൻ്റെ അപ്പിയറൻസ്, ഞാൻ നേരത്തെ അപ്പിയറൻസ് എന്നുള്ള വാക്ക് എന്ത് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് പറയുന്നതിനാണ് നമ്മൾ മാക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് സിംഗിൾ പാർട്ടിക്കിൾസിനെ കുറിച്ച് ഒന്നും അറിയാതെ തന്നെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ നോക്കാം, അതിൻ്റെ പ്രഷർ എന്താണെന്ന് നോക്കാം, വോള്യം എന്താണെന്ന് നോക്കാം, ഏകദേശം എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയാം. ഇതൊക്കെ സിസ്റ്റത്തിൻ്റെ മാക്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്പെസിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഒരേ സിസ്റ്റത്തെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ സ്പെസിഫൈ ചെയ്യാം. വി ഹാവ് ഗോട്ട് എ സിസ്റ്റം. It could be a system of gas, a system of large number of particles. It could be a bottle of liquid, a wine bottle, anything. All right. Now you can specify the state of the system in two different ways. Okay. You can specify the system by enumerating all the microscopic details. All right. The position and moment of each of the particle. Then you will call it as a microstate. Or you can talk about the microscopic appearance, and then we say that the specification of state is called a macrostate. Okay, I hope this is clear. Okay, ഇനി എന്താണ് ആക്സസിബിൾ സ്റ്റേറ്റ് എന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. റൈറ്റ്, അപ്പോൾ മാക്രോസ്റ്റേറ്റ്സ് ടെമ്പറേച്ചർ പറയാം, പ്രഷർ, ഫ്രീ എനർജി, എൻട്രോപ്പി, ഇതൊക്കെ മാക്രോസ്കോപ്പിക്കലി മെഷർ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, alright, a macrostate is characterized by a probability distribution of possible states across a certain statistical ensemble of all microstates, and distribution describes the probability of finding the system in a certain microstate. Okay, അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ മാക്രോസ്റ്റേറ്റ്, ഉദാഹരണത്തിന് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ടോട്ടൽ വോള്യം, ടോട്ടൽ എനർജി, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് കരുതുക. റൈറ്റ്, അപ്പോൾ ഇത് സിസ്റ്റത്തിൻ്റെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ളതാണ്, ഒരു അപ്പിയറൻസ് ആണ്. റൈറ്റ്, ഈ അപ്പിയറൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. ഓക്കെ, അതായത് ഈ പാർട്ടിക്കിൾസിൻ്റെ ഡിഫറെൻറ്റ് കോൺട്രിബ്യൂഷൻസ്, ഡിഫറെൻറ്റ് മൈക്രോസ്റ്റേറ്റ്സ്, ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ സെയിം അപ്പിയറൻസ് കൊണ്ടുവരാൻ കഴിയും. റൈറ്റ്, സോ ദ ഐഡിയ ഇസ് ദാറ്റ് ദർ മൈറ്റ് ബി എ ലാർജ് നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് എ ഗിവൺ അപ്പിയറൻസ് ക്യാൻ ബി റീപ്രൊഡ്യൂസ്ഡ്. There may be a large number of ways in which a given macrostate or a given appearance can be reproduced. All right, and each of these microstate is called a complexion. Complexion എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, കോംപ്ലക്ഷൻ. റൈറ്റ്, അല്ലെങ്കിൽ ഈ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആയിട്ടാണ് നമ്മൾ പിന്നീട് എൻട്രോപ്പി അസോസിയേറ്റ് ചെയ്യുക. റൈറ്റ്, വിൽ കം ടു ദാറ്റ്. ഓക്കെ, ഇനി ആക്സസിബിൾ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. ആക്സസിബിൾ സ്റ്റേറ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. It's any microstate in which a system can be found without contradicting the microscopic information available about the system. ഉദാഹരണത്തിന് നമ്മൾ എല്ലാ മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സും മെഷർ ചെയ്യാൻ എടുക്കൽ വിൽ ചൂസ് എ നമ്പർ ഓഫ് മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് ടു ഡിഫൈൻ ദ മൈക്രോസ്റ്റേറ്റ്. ഓക്കെ, ടു സ്പെസിഫൈ ദ മൈക്രോസ്റ്റേറ്റ്, ടു സ്പെസിഫൈ ദ അപ്പിയറൻസ്. ഓൾറൈറ്റ്, അപ്പോൾ N, V, ആണെന്ന് നമ്മൾ പറഞ്ഞത്. ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്, ഇതിൻ്റെ വോള്യം ഇതാണ്, ഇതിൻ്റെ ടോട്ടൽ എനർജി എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നുള്ളൂ എന്ന് കരുതുക. റൈറ്റ്, ആൻഡ് ദർ മേ ബി ലാർജ് നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ദ മോളിക്യൂൾസ് ക്യാൻ ബി അറേഞ്ച്ഡ് ടു ഗിവ് ദ സെയിം അപ്പിയറൻസ്. ഓക്കെ, അപ്പോൾ ഈ
ഈ മൈക്രോസ്കോപ്പിക് അപ്പിയറൻസിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മൈക്രോസ്റ്റേറ്റിനെയാണ് നമ്മൾ ആക്സസിബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയി വരുന്നു. ഓക്കെ, എനി മൈക്രോസ്റ്റേറ്റ് ഇൻ വിച്ച് ദ സിസ്റ്റം ക്യാൻ ബി ഫൗണ്ട് without contradicting the microscopic information. Okay, that's called an accessible state. Okay, all right. അപ്പോൾ വീണ്ടും മൈക്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും മോളിക്യൂൾ അല്ല, അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആറ്റം അല്ല. മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നതും ഈ മൊത്തം സിസ്റ്റത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ. ഇറ്റ്സ് ഓൺലി മോർ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, മൈക്രോസ്റ്റേറ്റ് is a less detailed specification. All right, we don't have microstate. It gives you it's a complete information about the system. Okay. So generally, corresponding to a given microstate, there may be a large number of microstates. Right, നമ്മൾ മൈക്രോസ്റ്റേറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നതനുസരിച്ച് ജനറലി ഒരു മൈക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ടാവും. റൈറ്റ്, അതായത് ഈ പാർട്ടിക്കിൾസിൻ്റെ ഡിഫറൻറ്റ്, ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ടോട്ടൽ എനർജി ഇ ആണെന്ന് മാത്രം കരുതുക. ടോട്ടൽ എനർജി ഇ ആണ്. റൈറ്റ്, and imagine that microstate is defined by the number of particles. നമ്മൾ microstate define ചെയ്യുന്നത് it's defined by the number of particles with a certain energy epsilon r. Alright, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി നമുക്ക് എങ്ങനെ എഴുതാം? It's equal to sum over r n r epsilon r. അതായത് there are n r particles with energy epsilon r. Alright, okay. പക്ഷേ നമുക്ക് ഈ ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പല രീതിയിൽ നമുക്ക് ഈ ടോട്ടൽ എനർജി സെയിം ആയിട്ട് കണക്കാക്കാൻ കഴിയും, അല്ലേ? ബിക്കോസ് യു ജസ്റ്റ് വേരി ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് ഗിവൺ എനർജി. സിംഗിൾ പാർട്ടിക്കിൾ എനർജി ഡിഫറെൻ്റ് ആയിട്ട്. ഉദാഹരണത്തിന് ഇൻ വൺ കേസ് ദർ മേ ബി n1 പാർട്ടിക്കിൾസ് വിത്ത് എനർജി epsilon 1. ഓക്കെ, ലെറ്റ്സ് സേ 2 പാർട്ടിക്കിൾസ് വിത്ത് എനർജി epsilon 1, 3 പാർട്ടിക്കിൾസ് വിത്ത് എനർജി epsilon 2, 4 പാർട്ടിക്കിൾസ് വിത്ത് എനർജി epsilon 3 ആൻഡ് 1 പാർട്ടിക്കിൾ വിത്ത് എനർജി epsilon 5 എക്സെട്ര. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ എനർജി നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ എനർജി വിൽ ബി, in that case the total energy would be 2 epsilon 1 plus 3 epsilon 2 plus 4 epsilon 3 plus etc. Okay, but the same energy, you can have the same energy, maybe imagine, okay, imagine that you can have the same total energy even if there are 3 particles with epsilon 1 and 1 particle with epsilon 2 and 8 particles with epsilon 3 and let's say 7 particles with epsilon 5. റൈറ്റ്, അതായത് ടോട്ടൽ എനർജി മാത്രമാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. മൈക്രോസ്റ്റേറ്റ് ടോട്ടൽ എനർജി മാത്രമാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ ദർ ഇസ് എ ലാർജ് നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ക്യാൻ ബി ഇ. ഓക്കെ, അതായത് ഓരോ പാർട്ടികളുടെ എനർജി ജനറലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമല്ലോ. ഓക്കെ, സോ ദർ ഇസ് എ ലാർജ് നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ദ എൻ പാർട്ടിക്കിൾ സിസ്റ്റം ക്യാൻ ഹാവ് എനർജി ഇ. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ദർ ഇസ് എ ലാർജ് നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ ടോട്ടൽ എനർജി ഇ എമംഗ് എൻ പാർട്ടിക്കിൾസ്. റൈറ്റ്, this is just one example. All right, there's a large number of ways in which you can distribute the total energy E among n particles. Okay, each of this distribution will be counted as a microstate, as a possible microstate. Okay, now I hope these words are rather clear. നമ്മൾ പിന്നീട് എൻട്രോപ്പി പോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ഗിബ്സ് പാരഡോക്സ് പോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ കോൺസെപ്റ്റ്സ് കുറേ കൂടെ ക്ലിയർ ആവും. ഓൾറൈറ്റ്, അപ്പോൾ ജനറലി ഒരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ എ ഡെഫിനിറ്റ് മൈക്രോസ്റ്റേറ്റ് അറ്റ് എ ഗിവൺ ടൈം. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റം നമ്മൾ പഠിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഡെഫിനിറ്റ് മൈക്രോസ്റ്റേറ്റിലായിരിക്കും. പക്ഷേ അതിൻ്റെ ഏത് മൈക്രോസ്റ്റേറ്റിലാണെന്ന് നമുക്ക് അറിയില്ല. ഏത് മൈക്രോസ്റ്റേറ്റിലാണെന്നുള്ള ഇൻഫർമേഷൻ ജനറലി നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് മൈക്രോസ്റ്റേറ്റ് മാത്രമേ അറിയുള്ളൂ. മൈക്രോസ്റ്റേറ്റ് മാത്രം അറിയുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഈ മൈക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര പോസിബിൾ മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്കറിയില്ല. ഗിവൺ സിസ്റ്റം എപ്പോഴും ഒരു ഡെഫിനിറ്റ് മൈക്രോസ്റ്റേറ്റ് തന്നെ ആയിരിക്കും. ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റം എപ്പോഴും ഒരു ഡെഫിനിറ്റ് മൈക്രോസ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. ബട്ട് വി ഡോണ്ട് നോ ദാറ്റ്. റൈറ്റ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വിൽ ടോക്ക് അബൌട്ട് ഓൾ ദ പോസിബിൾ മൈക്രോസ്റ്റേറ്റ്സ് വിച്ച് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഗിവൺ മൈക്രോസ്റ്റേറ്റ്. ഓക്കെ, ഓർ ഗിവൺ മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ്. റൈറ്റ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സിനെ നമ്മൾ ആക്സസിബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് യു ക്യാൻ ഇമാജിൻ certain microstates which are not consistent with the given microstate. അങ്ങനെയാണ് അത് സിസ്റ്റത്തിന് ആക്സസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫേസ് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഐഡിയാസ് കുറേ കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓൾറൈറ്റ്, ഓക്കെ, സോ ദാറ്റ്സ് വൈ വിൽ ഗോ ഓൺ ടു മൈക്രോസ്റ്റേറ്റ് ആൻഡ് ദ ഫേസ് സ്പേസ്. ഫേസ് സ്പേസ് എന്നുള്ള കോൺസെപ്റ്റും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഓൾറൈറ്റ്, ദ മൈക്രോസ്റ്റേറ്റ് ഓഫ് എ ഗിവൺ ക്ലാസിക്കൽ സിസ്റ്റം അറ്റ് എനി ടൈം t may be defined by specifying the instantaneous positions and momenta of all the particles constituting the system. Okay,
So thus if n, capital N is the number of particles in the system, the definition of microstate requires the specification of 3n position coordinates and 3n momentum coordinates. ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? കാരണം നമുക്ക് x1 നമുക്ക് ഓരോ പാർട്ടിക്കിളിൻ്റെയും പൊസിഷൻ മാത്രം സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് 3 നമ്പേഴ്സ് വേണം, റൈറ്റ്? ഇൻ 3-dimensional space we need 3 numbers for the position of each particle, right? And you need 3 numbers to specify the momentum. കാരണം പൊസിഷനും മൊമെൻറ്റം സ്പെസിഫൈ ചെയ്താൽ മാത്രം സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ജനറലി ഒരു പാർട്ടിക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് 3-dimensional സ്പേസിൽ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ you need 6 numbers. Okay, 6 numbers എന്ന് പറയുന്നത് there are 3 പൊസിഷൻ കോർഡിനേറ്റ്സ് ആൻഡ് 3 മൊമെൻറ്റം കോർഡിനേറ്റ്സ്. നമ്മൾ പി എക്സ് പി വൈ പി സെഡ് അല്ലെങ്കിൽ എക്സ് കൊമ വൈ കൊമ സെഡ് എന്ന പൊസിഷൻസ്, അതുപോലെ പി എക്സ് കൊമ പി വൈ കൊമ പി സെഡ് എന്നീ മൊമെൻറ്റം കോമ്പണൻറ്റ്. ഓക്കെ, ഇതുപോലെ ഓരോ പാർട്ടിക്കിളിനും നമുക്ക് 6 കോർഡിനേറ്റ്സ് വേണം. ഓരോ പാർട്ടിക്കിളിനെയും കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് 6 കോർഡിനേറ്റ്സ് വേണം. സോ ദാറ്റ് മീൻസ് ദാറ്റ് യു വിൽ നീഡ് ടോട്ടലി 6n numbers. You will need 6n numbers to specify an n particle system completely. Okay, ഇത് ക്ലിയർ ആയി നേരുന്നു. അതായത് ഒരു മൈക്രോസ്റ്റേറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ you will need 6n റിയൽ നമ്പേഴ്സ്. റൈറ്റ്, അതിലും 3n of them will be momentum coordinates, 3n of them will be position coordinates and 3n will be momentum coordinates. Okay, അതായത് ഓരോ പാർട്ടിക്കിളിനും 3 പൊസിഷൻ കോർഡിനേറ്റ്സും 3 മൊമെൻറ്റം കോർഡിനേറ്റ്സും വേണം. അങ്ങനെയാണ് 3n പൊസിഷൻ കോർഡിനേറ്റ്സും 3n മൊമെൻറ്റം കോർഡിനേറ്റ്സും വരുന്നത്. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഫേസ് സ്പേസ് എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ നമ്മുടെ കാര്യങ്ങൾ ഇമാജിനേഷൻ വളരെയധികം എളുപ്പമാക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഫേസ് സ്പേസ് എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ലെറ്റ്സ് us imagine these things geometrically. Geometrically, the set of coordinates qi, pi, where i equal to 1, 2, up to 3n. Alright, അതായത് q1, this means we are talking about q1, q2 up to q3n. These are 3n position coordinates. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ് വൈ സെഡ് എന്നുള്ള രീതിയിലല്ല ഉപയോഗിക്കുന്നത്. ഓരോ കോർഡിനേറ്റിനെയും q എന്ന് തന്നെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ബട്ട് വിൽ ഡിനോട്ട് ദ സെപ്പറേറ്റ് കോർഡിനേറ്റ്സ് ബൈ ദ നമ്പേഴ്സ്. ഓക്കെ, q1, q2, q3. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ തന്നെ q1, q2, q3 ഉണ്ടാവും. നമ്മൾ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, ദീസ് ആർ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. Alright. So similarly, you will also have P1, P2, P3 up to P3n. ഇത്രയധികം ഓരോ പാർട്ടിക്കിളിൻ്റെയും പൊസിഷനും മൊമെൻറ്റവും സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് ഇത്രയധികം കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. ഓക്കെ, ഇതിൻ്റെ രണ്ടിനും കോർഡിനേറ്റ്സ് തന്നെയാണ് നമ്മൾ പറയുക. റൈറ്റ്, അതായത് ടോട്ടലി 6n നമ്പേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഇമാജിൻ എ 6n ഡയമെൻഷണൽ സ്പേസ്. വി ക്യാൻ ഇമാജിൻ എ 6n ഡയമെൻഷണൽ സ്പേസ്. ഓക്കെ, ഈ 6n ഡയമെൻഷണൽ സ്പേസ് ഒക്കെ നമുക്ക് വരയ്ക്കാൻ കഴിയില്ല, ബട്ട് ജസ്റ്റ് ഇമാജിൻ. റൈറ്റ്, ദിസ് ഇസ് എ ലാർജ് 6n ഡയമെൻഷണൽ സ്പേസ്. ഇതിലുള്ള ഓരോ പോയിന്റിനെയും സ്പെസിഫൈ ചെയ്യാം. നമുക്കറിയാം 3-dimensional സ്പേസിൽ ഒരു പോയിന്റിനെ സ്പെസിഫൈ ചെയ്യാൻ എത്ര നമ്പേഴ്സ് ഉണ്ട്? യു നീഡ് 3 numbers. റൈറ്റ്, 2-dimensional സ്പേസിലാണെങ്കിൽ ഒരു പോയിന്റിനെ സ്പെസിഫൈ ചെയ്യാൻ 2 നമ്പർ വേണം, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. ഒരു ലൈനിലാണെങ്കിൽ ഒറ്റ നമ്പർ മതി. So in 1-dimensional space, to specify a point, you need 1 number. In 2-dimensional space, to specify a point, you need 2 numbers. In 3-dimensional space, to specify a point, you need 3 numbers. And in 6n dimensional space, you need, you can imagine a 6n dimensional space where each point corresponds to 6n numbers. 6n numbers, 3n coordinates and 3n momenta. You don't even try to imagine. Okay, this is a 6n dimensional space. അതായത് നമ്മൾ സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ഫേസ് സ്പേസ് എടുക്കുകയാണെങ്കിൽ, സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ഫേസ് സ്പേസ് എന്ന് പറയുന്നത് തന്നെ ജനറലി ഇറ്റ് ഈസ് 6-dimensional. You cannot even imagine that. So the key is that don't try to imagine. Alright, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കേണ്ട. വി ആർ ജസ്റ്റ് യൂസിങ് ദിസ് ആസ് എ മാത്തമാറ്റിക്കൽ ടൂൾ. റൈറ്റ്, ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ തന്നെ നമുക്ക് ഒരു 6-dimensional ഫേസ് സ്പേസ് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 6-dimensional ഫേസ് സ്പേസിലുള്ള ഒരു പോയിൻറ്റ്സ് വഴി ഈ സിസ്റ്റത്തിൻ്റെ എല്ലാ പോസിബിൾ സ്റ്റേറ്റ്സും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ കഴിയും. 6-dimensional സ്പേസിലുള്ള ഒരു പോയിന്റ് വഴി സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതായത് നമ്മളൊരു സിംഗിൾ പാർട്ടിക്കിളിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് സ്പേസ് 6-dimensional കരുതുക. ഇതൊരു 6-dimensional സ്പേസ് ആണെന്ന് ഇമാജിൻ ചെയ്യാം. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഈ സ്പേസിലുള്ള ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? ഓരോ പോയിന്റ് സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് 6 നമ്പേഴ്സ് വേണം. ഓക്കെ, അപ്പോൾ ഈ ഫേസ് സ്പേസിലെ ഓരോ പോയിന്റ് എന്ന് പറയുന്നതും ഈ ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു പോസിബിൾ സ്റ്റേറ്റ് ആണ്, ഒരു പോസിബിൾ മൈക്രോ സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് പറയാം.
നമ്മുടെ ഫേസ് സ്പേസിലെ ഓരോ പോയിൻറ്റും നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഓരോ പോസിബിൾ മൈക്രോ സ്റ്റേറ്റാണ്, ഓരോ പോസിബിൾ സ്റ്റേറ്റാണ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് എൻ്റെ ബേസിക് ഐഡിയ. റൈറ്റ്. അപ്പോൾ ഈ ഫേസ് സ്പേസിലുള്ള പോയിൻറ്റ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഫിസിക്കൽ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫേസ് സ്പേസിലുള്ള പോയിൻറ്റിന് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് എന്നാണ് വിളിക്കുന്നത്. റൈറ്റ്, റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് എന്നാണ് വിളിക്കുന്നത്. The phase point qi, pi is referred to as the representative point of the given system. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമുക്ക് n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ യു വിൽ ഹാവ് എ 6n ഡയമെൻഷണൽ ഫേസ് സ്പേസ്. ഓക്കെ, 6n ഡയമെൻഷണൽ ഫേസ് സ്പേസ്. അപ്പോൾ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന ഫേസ് സ്പേസ് 6n ഡയമെൻഷനിലാണ്. യു ഇമാജിൻ ദാറ്റ് ദിസ് ഇസ് എ ഹ്യൂജ് ഡയമെൻഷണൽ ഫേസ് സ്പേസ്. ഓക്കെ, അപ്പോൾ ഈ ഫേസ് സ്പേസിൽ ഓരോ പോയിൻ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫേസ് സ്പേസിലെ 6n ഡയമെൻഷനിലെ ഓരോ പോയിൻ്റ് എന്ന് പറയുന്നതും ഈ ഫുൾ n പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഈച്ച് പോയിൻ്റ് ഓൺ ദിസ് 6n ഡയമെൻഷണൽ ഫേസ് സ്പേസ് represents the state, a possible state of the n particle system. ഓക്കെ, ഒരു n പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ പോസിബിൾ സ്റ്റേറ്റ് ആണ് ഓരോ പോയിൻറ്റും. റൈറ്റ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ സിംഗിൾ പോയിൻറ്റ് Q കോൾഡ് ദ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ് ഓഫ് ഫേസ് സ്പേസ് represents the entire state of some physical system. Okay, this is the concept of phase space. ഇത് ക്ലിയർ ആയി വരുന്നു. ഫേസ് സ്പേസിൽ ഓരോ പാർട്ടിക്കിൾ നമുക്ക് ഫേസ് സ്പേസിൽ ഒരു പോയിൻ്റ് വേണ്ട. ഈ എൻറ്റയർ n പാർട്ടിക്കിൾ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫേസ് സ്പേസിൽ ഒറ്റ പോയിൻ്റേ ഉള്ളൂ. റൈറ്റ്, ഇനി നമുക്ക് അലൗഡ് റീജിയൻസിനെ കുറിച്ച് സംസാരിക്കും. ഒരു പക്ഷേ ഫേസ് സ്പേസിൻ്റെ ഫുൾ റീജിയൻ ഈ സിസ്റ്റത്തിന് ആക്സസിബിൾ ആവണമെന്നില്ല. മേ ബി ഓൺലി എ സ്മോൾ റീജിയൻ ഇസ് ആക്സസിബിൾ ടു ദ സിസ്റ്റം. ഓക്കെ, നമ്മുടെ n പാർട്ടിക്കിളിന് ഒരു സ്മോൾ റീജിയൻ മാത്രം ആക്സസിബിൾ ആകാൻ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള പോയിൻറ്റ്സ് ആണ് ആക്സസിബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലുള്ള പോയിൻറ്റ്സ് ആണ് ആക്സസിബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്തുള്ള പോയിൻറ്റ്സ് ആണ് നോൺ ആക്സസിബിൾ സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ ആക്സസിബിൾ അല്ലാത്ത സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ അലൗഡ് അല്ലാത്ത സ്റ്റേറ്റ്സ് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് എനർജി, നമ്മൾ മാക്രോ സ്റ്റേറ്റ് പറയുമ്പോൾ അതിൻ്റെ എനർജി ഡിഫൈൻ ചെയ്തെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് സ്പേസ് എന്ന് പറയുമ്പോൾ ഫുൾ സിസ്റ്റത്തിൻ്റെ ഫേസ് സ്പേസ് ആണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഫേസ് സ്പേസിൻ്റെ ഒരു ഡെഫിനിറ്റ് റീജിയണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി, ഒരു എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ളത് ഫേസ് സ്പേസിൽ ഒരു ഹൈപ്പർ സർഫസിനെയാണ് ഡിഫൈൻ ചെയ്യുക. ഇറ്റ് വിൽ ഡിഫൈൻ എ ഹൈപ്പർ സർഫസ് ഇൻ ദ ഫേസ് സ്പേസ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഷെയ്ഡ് ചെയ്ത ഭാഗത്തുള്ള ഈ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ഉള്ള എനർജി സി ആണെന്ന് കരുതുക, ഒരു ഡെഫിനിറ്റ് എനർജി ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഈ എനർജി ഫിക്സ്ഡ് ആണെന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് യുവർ representative point must be somewhere inside this hyper surface. Hyper surface എന്ന് പറയുന്നതാണ് you are talking about a surface of a large dimension. All right. Okay, I think this is rather clear now. Okay, we'll refine these ideas as we go on. All right. അപ്പോൾ നമ്മൾ മൈക്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ഫേസ് സ്പേസിലെ ഒരു പോയിൻ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. റൈറ്റ്, മൈക്രോസ്റ്റേറ്റ് ഇസ് പോയിന്റ് ഇൻ ഫേസ് സ്പേസ്. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റം എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ് എക്സിസ്റ്റ്സ്, ദ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ് മസ്റ്റ് ബി അറ്റ് സം പെർട്ടിക്കുലർ പോയിൻറ്റ്, ബട്ട് വി ഡോണ്ട് നോ വിച്ച് പോയിൻറ്റ്. നമുക്ക് ആകെ അറിയാവുന്നത് ഈ ആക്സസിബിൾ റീജിയണിൽ എവിടെയോ ആണ് സിസ്റ്റത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് ഉള്ളത്, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റ് അലൗഡ് ആയിട്ടുള്ള ഏതൊരു ഡെഫിനിറ്റ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയാം, വി ഡോണ്ട് ഹാവ് ദാറ്റ് ഇൻഫർമേഷൻ. Alright, that's the reason why we talk about large number of microstates corresponding to a given macro state. Okay, alright. ഇനി നമുക്ക് മൈക്രോസ്റ്റേറ്റിൻ്റെ നമുക്ക് ടൈം എവല്യൂഷനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ പറഞ്ഞു നമ്മൾ സിസ്റ്റത്തിനെ ഫേസ് സ്പേസിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. യു റെപ്രസെൻറ്റ് ദ n പാർട്ടിക്കിൾ സിസ്റ്റം ബൈ വൺ സിംഗിൾ പോയിൻ്റ് ഓൺ ഫേസ് സ്പേസ്. ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഓരോ പാർട്ടിക്കിളും ഹാമിൽട്ടൺസ് ഇക്വേഷൻ അനുസരിച്ച് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Alright, it will evolve according to the Hamilton's equation. Alright, അപ്പോൾ അതിനർത്ഥം it will change. Alright, the point actually changes with time according to the Hamilton's equation of motion or Newton's equation of motion. In this context, it is convenient to talk about Hamilton's equations of motion or Hamiltonian equation, or let's say Hamilton's equations. Okay, the evolution is specified or evolution is determined. Evolution എന്ന് പറഞ്ഞാൽ ടൈമിലുള്ള അതിൻ്റെ പരിണാമം. ഇറ്റ്സ് ഡിറ്റർമിൻഡ് ബൈ ഹാമിൽട്ടൺസ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇനീഷ്യലി റിയൽ സ്പേസ്, നമ്മൾ റിയൽ സ്പേസിൽ n പാർട്ടിക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ
ഓക്കെ, റിയൽ സ്പേസിൽ നമ്മൾ n പാർട്ടിക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ റിയൽ സ്പേസിലുള്ള n പാർട്ടിക്കിൾസ് ആണ്. റിയൽ സ്പേസിൽ ഓരോ പാർട്ടിക്കിളും ഹാമിൽട്ടൺസ് ഇക്വേഷൻ അനുസരിച്ച് ഇവോൾവ് ചെയ്യും. ഓക്കെ, സോ യു വിൽ ഹാവ് ലെറ്റ്സ് സേ n ട്രജക്ടറീസ്. റിയൽ സ്പേസിൽ നമുക്ക് n ട്രജക്ടറീസ് ഉണ്ടാവും അല്ലേ, കാരണം ഓരോ പാർട്ടിക്കിളും അതിൻ്റെ എനർജി, അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ അനുസരിച്ച് ഹാമിൽട്ടൺസ് ഇക്വേഷൻ അനുസരിച്ച് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് റിയൽ സ്പേസിലെ ട്രജക്ടറീസ് ആണ്. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് n പാർട്ടിക്കിൾസിൻ്റെ റിയൽ സ്പേസിലുള്ള ട്രജക്ടറീസ് ആണ് അല്ലേ. നമ്മളൊരു ഉദാഹരണത്തിന് കുറച്ച് മണൽ വാരി എറിയുകയാണെങ്കിൽ ഓരോ പാർട്ടിക്കിൾ ഓരോ പാത്ത് പിന്തുടരും ജനറലി. ഓൾറൈറ്റ്, ഓക്കെ. പക്ഷെ നമ്മൾ പറഞ്ഞു ഈ n പാർട്ടിക്കിൾ സിസ്റ്റം, ഇറ്റ്സ് ദ കംപ്ലീറ്റ് n പാർട്ടിക്കിൾ സിസ്റ്റം ഇസ് റെപ്രസെൻറ്റഡ് ബൈ വൺ പാർട്ടിക്കിൾ ഇൻ ഫേസ്, വൺ പോയിന്റ് ഇൻ ഫേസ് സ്പേസ്, റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ പാത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 6 n ഡയമെൻഷണൽ ഫേസ് സ്പേസിൽ ഒറ്റ ട്രജക്ടറി ഉള്ളൂ. Alright, that's the important thing. So you can visualize the evolution of the n particle system by following the representative point in phase space. Okay, the system evolution corresponding at phase space representative point or trajectory form G. Alright, so there are large number of trajectories in real space, and correspondingly you have only one trajectory in phase space. Okay, so there are large number of particles, correspondingly you will have one representative point, and this representative point will evolve according to Hamilton's equation. Okay, alright, so these are the Hamilton's equations of motion. Qi dot equal to dou h by dou pi, and pi dot equal to minus dou h by dou qi. Each of these coordinates will change according to these equations. Okay, so h of qi comma pi is called the Hamiltonian of the system. As time passes, the set of coordinates qi comma pi, which also defines the microstate of the system, undergoes continual change. Appo qi comma pi, it defines a microstate of the system, but it changes. Correspondingly, you will have a trajectory in phase space. Okay, correspondingly, our representative point in the phase space carves out a trajectory whose direction at any time t is determined by the Hamilton's equations. Alright, അപ്പോൾ നമുക്ക് ഒരു ഫേസ് സ്പേസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഫേസ് സ്പേസിൽ ഓരോ പോയിന്റ്, ദിസ് ഇസ് സം വാട്ട് ഈസ് എ റാൻഡം 6 n ഡയമെൻഷണൽ ഫേസ് സ്പേസ്. ഓക്കെ, ഐ എം ജസ്റ്റ് റെപ്രസെൻറ്റിങ് ഇറ്റ്. ഇതൊരു 6 n ഡയമെൻഷണൽ ഫേസ് സ്പേസ് ആയിട്ട് ഇമാജിൻ ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ എന്താണ് പറയുന്നത്, ഇതിൻ്റെ അർത്ഥം ഇനീഷ്യലി സ്റ്റേറ്റ് ഇതാണെങ്കിൽ ഇതൊരു പോസിബിൾ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഫേസ് സ്പേസിൽ ഓരോ പോയിൻറ്റും സിസ്റ്റത്തിൻ്റെ ഒരു പോസിബിൾ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു വെക്റ്റർ ഫീൽഡാണ് നമുക്ക് ശരിക്കും ഹാമിൽട്ടൺസ് ഇക്വേഷൻ തരുന്നത്. റൈറ്റ്, അതായത് ഇവിടെയാണ് സിസ്റ്റം, ഇവിടെയാണെങ്കിൽ ഫേസ് സ്പേസിൽ ഇവിടെയാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം അത് എങ്ങോട്ടാണ് നീങ്ങുക, ഇവിടെയാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം അത് എങ്ങോട്ടാണ് നീങ്ങുക. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ ഹാമിൽട്ടൺസ് ഇക്വേഷൻ എക്സാക്ട്ലി അതാണ് പറഞ്ഞിരുന്നത്, qi ഡോട്ടും pi ഡോട്ടും. ഓക്കെ, അതായത് ഫേസ് സ്പേസിലുള്ളൊരു വെലോസിറ്റി വെക്റ്റർ ഫീൽഡാണ് ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് നമുക്ക് പറഞ്ഞിരുന്നത്. ഫേസ് സ്പേസിൽ ഓരോ q1, നമുക്കിപ്പോൾ ഉദാഹരണത്തിന് q1, q2, q3, p1, p2, p3 എന്നുള്ളൊരു ഫേസ് സ്പേസ് പോയിന്റ് എടുക്കുകയാണ്. 6 നമ്പേഴ്സ് സ്പെസിഫൈ ചെയ്തതിൽ ഒരു പോയിന്റ് എടുത്തു. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് തൊട്ടടുത്ത നിമിഷം എങ്ങോട്ടാണ് പോകാൻ തീരുമാനിക്കുന്നത് ഹാമിൽട്ടോണിയനാണ്. ഹാമിൽട്ടോണിയൻ വിൽ ടെൽ us in which direction the system will evolve. Okay, in which direction phase space the system will evolve. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കണക്കാക്കാം, ഈ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ്, you can assume that this Hamilton's equations defines a vector field in phase space എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും സിസ്റ്റം ഇവിടെയാണെങ്കിൽ അത് നെക്സ്റ്റ് എങ്ങോട്ടാണ് ഇവോൾവ് ചെയ്യുക, ദാറ്റ്സ് ഡിഫൈൻഡ് ബൈ ദ ഹാമിൽട്ടോണിയൻ. സോ ദ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആക്ച്വലി ഡിഫൈൻസ് എ വെക്റ്റർ ഫീൽഡ് ഇൻ ഫേസ് സ്പേസ്. വെക്റ്റർ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഫേസ് സ്പേസിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്റ്റർ ഉണ്ട്, ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു വെക്റ്റർ ഉണ്ട്. ഇതിനാണ് വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. നോർമൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ്. സ്പേസിലുള്ള ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊരു നമ്പർ ഉണ്ട്. ഓക്കെ, സ്പേസിലുള്ള ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നമ്പർ ഉണ്ടെങ്കിൽ നമ്മളതിനെ ഫീൽഡ് എന്ന് പറയും. വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പേസിലുള്ള ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വെക്റ്റർ ആണുള്ളത്. ഉദാഹരണത്തിന് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്റ്റർ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെക്റ്റർ, ഇതൊക്കെ ശരിക്കും എന്താണ് ചെയ്യുന്നത്, okay, they are giving you tiny arrows or tiny vectors at each point in space. സ്പേസിലുള്ള ഓരോ പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ടും ഒരു വെക്ടറിനെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈറ്റ്, അതേപോലെ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഫേസ് സ്പേസിലുള്ളൊരു വെക്റ്റർ ഫീൽഡിനെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ആരോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മുടെ സിസ്റ്റം റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഇവിടെയാണെങ്കിൽ അടുത്ത നിമിഷം അത് ഇങ്ങോട്ട് മാറും.
ഓക്കെ, ഇവിടെയാണെങ്കിൽ അടുത്ത നിമിഷം അത് ഇങ്ങോട്ടാണ് മാറുക. അതേസമയം ഇവിടെയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത നിമിഷം ഇങ്ങോട്ടാണ് മാറുക. അതാണ് ഈ വെക്റ്റർ ഫീൽഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, ഓക്കെ. So a vector field on phase space representing time evolution according to Hamilton's equation. ഇത് ഇത്രയും എലാബറേറ്റ് ആയിട്ട് പറയുന്നത് എൻ്റെ ഒരു ഇമാജിനേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്, ദിസ് ഈസ് എ വെരി ഹെൽപ്ഫുൾ വേ ടു വിഷ്വലൈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. റൈറ്റ്, സോ അതാണ് നമ്മൾ മൈക്രോസ്റ്റേറ്റും ഫേസ് സ്പേസും, അതായത് ഫേസ് സ്പേസിലുള്ള പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് മൈക്രോസ്റ്റേറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. റൈറ്റ്, സോ വിൽ കൺക്ലൂഡ് വിത്ത് ദാറ്റ് നൗ ആൻഡ് കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, thank you.